ഒരു പ്രസാദം പോലും ഇല്ലല്ലോ മുഖത്ത്. ചുറ്റും ആൾക്കാർ ദുഃഖിച്ച് മുഖമായിട്ടിരുന്ന് നടുക്കൊരുത്തിന് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് അവസരത്തിലാണ് നമ്മളെപ്പോഴാണ് ഒരാളുടെ ചുറ്റും കൂടി സങ്കടപ്പെട്ടിരിക്കുന്നത്? എപ്പോഴാ? പറ. മരിച്ചടച്ചനല്ലേ? ഇപ്പൊ ഞാൻ ആരാ? എനിക്കൊക്കെ ആണെങ്കിൽ ചിരിക്കാൻ ഒരു എഫേർട്ടും എടുക്കണ്ട. ഈ പല്ല് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ചുണ്ട് തമ്മിൽ കൂടിയല്ല. അപ്പൊ എല്ലാവരും ഓർക്കുന്ന എനിക്ക് എപ്പോഴും സന്തോഷമാണ്. നിങ്ങളൊക്കെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയതുകൊണ്ട് ഒന്ന് എഫേർട്ട് എടുക്കണം, ഒന്ന് ചിരിച്ചു നോക്കണം. കണ്ണാടി വെച്ചൊന്നും ചിരിക്കുന്നേ ചിരിക്കുകയല്ലാന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ വിഷമിച്ചിരിക്കാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ വിഷമങ്ങളുടെ മുമ്പിൽ നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പോവാന്ന് വെച്ചു. അപ്പൊ അടുത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിയാതെ അത് പകർച്ചവ്യാധി പോലെ ഒരു സന്തോഷപ്പെടും. അവരവരുടെ ദുഃഖങ്ങളെ പെട്ടെന്ന് മറക്കും കുറച്ച് സമയത്തേക്ക്. എന്ന് കരുതി അവരുടെ മൊത്തം പ്രശ്നങ്ങളും പോകണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു നിമിഷത്തേക്കെങ്കിലും വീണ്ടും കുളിപ്പിച്ചു, ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ മുഖത്തെ പുഞ്ചിരി കൊണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു ചെറിയ സന്തോഷം, ആ ദുഃഖത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ അതല്ലേ വലിയ കാര്യം. ഈ കമ്പിളികണ്ഠത്തെ കൽഭരണികൾ ഞാൻ 50-ാം വയസ്സിൽ എഴുതിയതാണ്. ഞാൻ 10-23 വർഷം പാരീസിൽ ജീവിച്ചിട്ട് മലയാളം എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ മക്കളോട് ഞാൻ ഫ്രഞ്ച് ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവരവിടെ ജനിച്ച് വളർന്ന പിള്ളേരാണ്. അവരോട് മലയാളം പറയാം, അവർ മലയാളം സംസാരിക്കും. പക്ഷേ അവരോട് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി നേരം സംസാരിക്കണം. ഫ്രഞ്ചിലാണ് 2 സെൻറ്റൻസ് പറഞ്ഞാൽ കാര്യം ഉപയോഗിക്കും. നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേരുണ്ട്. എൻ്റെ 10ൽ പഠിക്കുന്ന എൻ്റെ 2ാമത്തെ തോമ, അവൻ കഴിഞ്ഞ ആഴ്ച 4 ദിവസം സ്കൂളിൽ പോയില്ല. ബോറാണ് അവിടെ. ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പോകണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് തൊട്ട് മോൻ്റെ ഫോൺ കണക്ഷനും എക്സ്ബോക്സും എല്ലാം ഞാൻ കൂട്ടും. പിന്നെ ഭക്ഷണം കഞ്ഞി ചമ്മന്തി മാത്രമായി. പക്ഷെ ഇപ്പൊ എൻ്റെ ഇളയ മകള് 9.5 വയസ്സുള്ള ഹൃദയ എന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്പം ഇറങ്ങാൻ നേരത്ത് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനോട് എന്ത് സംഭവിച്ചു? അവൻ പറയാണ്, തോമ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. പിള്ളേര് പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പേരൻസിനെ ചീത്ത പറയുന്ന പിള്ളേരൊക്കെ ഇല്ലേ? എടാ ഞങ്ങളാരും പറയല്ല അല്ലേ? ഉണ്ടോ? അങ്ങനെയുള്ള പിള്ളേരുണ്ടോ? ചീത്ത പറയുന്ന പിള്ളേരുണ്ടോ? തെറി പറയുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതും ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. എൻ്റെ പിള്ളേർക്ക് ചീത്തയൊക്കെ പറയുന്നവരാണോ? നിങ്ങളെന്നാ നല്ല പിള്ളേരായിരിക്കും. അപ്പം ഞാൻ എൻ്റെ പിള്ളേരെ വെച്ച് എക്സാമ്പിളൊക്കെ എടുക്കാം. നിങ്ങൾ നല്ലതായതുകൊണ്ട് നിങ്ങളെ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാൻ പറ്റില്ല. 15 വയസ്സുള്ള കൊച്ച് നീ എന്തിനാണ് എന്നെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, കാരണം അവൻ ചോദിച്ചൊരു സാധനം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എന്തിനാണ്, ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ ഉണ്ടാക്കിയത്, അങ്ങനെ ചോദിക്കുന്ന പിള്ളേരുണ്ടോ? പേരൻസോട് പറഞ്ഞ് പിള്ളേർ പറയില്ല. ഉണ്ടോ നമ്മുടെ നാട്ടില്? ഇല്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് മാലാഖമാരെ കിട്ടിയിരുന്നത്, എന്നെ ഇവിടെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ കുട്ടികൾ ചോദിക്കുമ്പോൾ സമ്മതിക്കണ്ട. കാരണം എന്താണെന്നറിയോ? ഇപ്പം വെളുത്ത തട്ട വെച്ചിരിക്കുന്ന പുള്ളിക്കാരത്തി ഇല്ല എന്ന് പറയുന്നതെന്നറിയോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ കറുത്ത തട്ട വെച്ചിരിക്കുന്ന പുള്ളിക്കാരി ഓർക്കും ഇപ്പോഴത്തെ മകനപ്പം ഇതാ പരിപാടി. അവിടെ ഒട്ടേലും പറയോ? ഇല്ല. നാട്ടിലുണ്ടെന്ന് പോലും പറയില്ല. അപ്പൊ അവിടെ വീട്ടിൽ തന്നെയാണ് മറ്റൊരു കൂട്ടം കൂടിയെന്ന് പറയും അല്ലേ? അങ്ങനെയൊക്കെ പറയും. അതെല്ലാം നോർമലാണ്. പിള്ളേരുടെ വളർച്ചയുടെ രീതി ചിലപ്പോൾ എന്തിനാണ് ഉണ്ടാക്കിയത്
കാരണം അവന് കൊടുക്കാന്ന് പറഞ്ഞ് അൽഫാം ഇന്ന് ഓർഡർ ചെയ്തില്ല. എൻ്റെ ഒരു ചെറുപ്പത്തിൽ രാവിലെ ഇല്ലെങ്കിലും ഉച്ചയ്ക്കില്ലെങ്കിലും വൈകുന്നേരമെങ്കിലും ഇച്ചിരി കഴിക്കാൻ കിട്ടിയാൽ സന്തോഷമാണ് എന്ന് കരുതിയിരുന്ന എൻ്റെ ചെറുപ്പത്തിൽ 2ലോ 3ലോ പഠിക്കുമ്പോൾ ഒരു നബിയുടെ കഥയുണ്ടായിരുന്നു. വെള്ളം തിളപ്പിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നബിയുടെ പേരെനിക്ക് അറിയത്തില്ല. ഉമറല്ലേ ഉമർ ഖലീഫ. അപ്പോൾ ഈ വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുക, വെള്ളത്തിലിട്ട് പിള്ളേർ ഉറങ്ങുന്നത് വരെയാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കഥയായിരുന്നു. എൻ്റെ വീട്ടിൽ സ്ഥിരം പരിപാടിയായിരുന്നു. അന്നത്തെ പുരാണം പഴംപുരാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമല്ല. എന്ന് നമുക്ക് വൈകുന്നേരം കിട്ടുമോ എന്നുള്ളൊരു ആകുലതയാണ് നമ്മളെ വലയ്ക്കുന്നത്, അല്ലേ? ഇപ്പോഴാണ് ഞാൻ അൽഫാം ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ പിള്ളേർ സൂയിസൈഡ് വരെ ചെയ്യും, അല്ലേ? ഞാനൊന്നും ഈ അൽഫാമിനെ ഭക്ഷണമായിട്ട് പോലും കാണുന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറും മീൻകറി വേണം. എന്താ മതി? ഞാൻ നിങ്ങളെ മോട്ടിവേഷൻ ഒന്നും തരാനായിട്ടല്ല. കുട്ടി പറഞ്ഞതുപോലെ ഈ മോട്ടിവേഷൻ ഒന്നും അങ്ങനെ തരാൻ പറ്റുന്ന സാധനമല്ല. പ്ലേഗിനെതിരെയുള്ള കുത്തിവയ്പ്പ്, ക്ഷയത്തിനെതിരെയുള്ള കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞതുപോലെ ഡൗൺ ആകാതിരിക്കാനുള്ള മോട്ടിവേഷൻ കുത്തിവയ്പ്പ് അതെനിക്കില്ല. ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്നും എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും എൻ്റെ മക്കൾ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഞാൻ അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നും എൻ്റെ മക്കൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ഞാൻ പങ്കുവയ്ക്കും. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് വിചിന്തനം ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരും ഈ പുസ്തകം 75,000 കോപ്പി വിറ്റു ഒരു വർഷം. ഒരു 3-4 ലക്ഷം പേര് അത് വായിച്ചിട്ടുണ്ടാവും കുറഞ്ഞത്. അവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ വാദ്യാലാണ്. ഞാൻ എഴുത്തൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. ഫുള്ളി സാറ്റലൈറ്റാണ്. ഞാൻ ഓരോരുത്തരുടെ ഇടയ്ക്ക് CCTV 450 സാഹിത്യ പിള്ളേരുണ്ടാലേ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ. അപ്പോ ഇന്ന് ഈ പുസ്തകം വായിച്ചിരിക്കുന്ന ഓരോ മനുഷ്യർക്കും അവരവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അവനവന്റെ രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ പുസ്തകം വായിക്കുന്ന ആൾക്ക് ഒരർത്ഥം സമ്മാനിക്കും. അല്ലാതെ നമ്മൾ എന്ത് പുസ്തകം വായിച്ചിട്ട് കാര്യം. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു വാക്ക് വരും. എൻ്റെ കുട്ടികൾ എഴുതുകയും വായിക്കുകയും ചെയ്യില്ല മലയാളം. പക്ഷെ ഞാനിത് വായിച്ച് കേൾപ്പിച്ചാൽ അവർക്ക് അറിയത്തില്ലാത്ത ഒരു വാക്ക് പോലും ഇതിലില്ല. ഒരു സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും ഈ പുസ്തകം എങ്ങനെയാണെന്നും അറിയാൻ വേണ്ടി ഇതിൽ നിന്ന് ഞാൻ ഒരു അധ്യായം വായിക്കും. ഒന്നും എഴുതിയെടുക്കണ്ട. മോനെ എൻ്റെ കുട്ട എന്നെ അവിടെ എഴുതുന്നേ അത് എടുത്ത് വെച്ചു. അതിൻ്റെയൊന്നും ആവശ്യമില്ല. നിന്റെ തലയിൽ എഴുതിയാൽ മതി. ഒന്നും വേണ്ട. കണ്ണടച്ചിരിക്കണമെങ്കിൽ ഇരിക്കാം. കൂടെ ഉറങ്ങിപ്പോകരുത്. മോളെ ഇറക്കി വിടില്ല. ഇനി ചിരി കളി പാടില്ല. സോ എന്നിട്ട് ഇത് കേട്ടിരുന്നിട്ട് നിങ്ങൾക്കത് എന്ത് ഇമ്പാക്റ്റാണ് തരുന്നത് എന്നൊന്നും ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് തരികയില്ല. പഴയൊരു കഥയാണ്. അന്ന് എനിക്ക് 5 വയസ്സ്. വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഇത് മാത്രം കേട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ 10-15 മിനിറ്റ് ഫോൺ ഓഫ് ചെയ്താലും ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത്. അത് ഓണായിരുന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല. ആത്മാവിലലിഞ്ഞ മഴമേഘം 1979. അപ്പൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാവണം പാറത്തോട്ടിലെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ വീടും പറമ്പും ജപ്തി ചെയ്യാൻ ഡ്രം അടിച്ചുകൊണ്ട് കുഞ്ചിരക്കാട്ട് പാറയിറങ്ങി കുറേ ആളുകൾ വീട്ടിലെത്തി.
3 മാസത്തിനകം പലിശ അടച്ച് വായ്പ പുതുക്കാമെന്ന അമ്മയുടെ അപേക്ഷ സ്വീകരിച്ച് അവർ മടങ്ങിപ്പോയി. ആ വാഗ്ദാനം നിറവേറ്റാൻ വഴികളൊന്നും മുന്നിലില്ല എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കണം. ജപ്തി നടപടികളുടെ അപമാനവും തുറച്ചു നോക്കുന്ന തെരുവ് ജീവിതവും തൽക്കാലത്തേക്കെങ്കിലും നീട്ടിവെക്കാൻ അമ്മയുടെ വാക്കുകൾക്കായി. അന്ന് രാത്രി ഏറെ വൈകിയിട്ടും അമ്മയും ജെസ്സിയും ഉറങ്ങിയിരുന്നില്ല. ഞങ്ങൾ ഇളയവർ 3 പേരും കുറെ മൺകട്ടകൾ അടുക്കി ലെവലാക്കിയ ഒരു കാലൊടിഞ്ഞ കട്ടിലിൽ കറുത്ത കമ്പിളി പുതച്ച് കെട്ടിപ്പിടിച്ചു കിടന്നു. അന്നൊക്കെ രാത്രിയിൽ കിടന്നുമുള്ളുമായിരുന്ന ഞാൻ അമ്മയുടെ വർത്തമാനവും കരച്ചിലും കേട്ട് സ്വപ്നത്തിൽ നിന്നുണർന്ന് മുറ്റത്ത് പൂക്കാതെ നിന്നിരുന്ന ഗന്ധരാജന്റെ ചുവട്ടിൽ പോയി മൂത്രമൊഴിച്ചു വന്നു. അമ്മയുടെയും ജെസ്സിയുടെയും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് ആ നിലാവെളിച്ചത്തിൽ മരണത്തിന്റെ നിറമായിരുന്നു. ചേച്ചിമാരിൽ ആരോ ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. നിറമായിരുന്നു. നേരം പാതിര കഴിഞ്ഞ് കാണണം. അമ്മ ബിന്ദുവിനെ എടുത്ത് തോളിലിട്ടു. ചേച്ചിമാരിൽ ആരോ ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി തോട് കടന്ന് തെല്ലിത്തോട് പള്ളിക്ക് മുന്നിൽ ഞങ്ങൾ എത്തുമ്പോഴും അകലെ നിലാവെളിച്ചത്തിൽ പറമ്പിലെ വെള്ളപ്പൊട്ടാമയും കാലം മാറിക്കൂട്ടിരുന്ന വാഗമരവും ഞങ്ങളുടെ തൊടിയുടെ താഴെ ഒരു മഴ കാത്ത് എന്ന പോലെ നിന്നു. തെല്ലിത്തോട്ടിലെ ഇടവക പള്ളിക്ക് മുന്നിലെ കുരിശടിയിലെത്തിയപ്പോൾ അമ്മ ബിന്ദുവിനെ മെറ്റൽ പാകിയിരുന്ന വഴിയിൽ നിർത്തി. അമ്മയും ഞങ്ങളും അനാഥത്വം മുറ്റി നിന്ന ആ കുരിശിലേക്ക് കുറെ നേരം നോക്കി നിന്നു. അന്ന് 10 വയസ്സുള്ള ജെസ്സി എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അരണ്ട വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ ക്രിസ്തുരാജ. അമ്മയുടെ ആ വിളി ഒരു തേങ്ങലായി പൊട്ടിക്കരച്ചിലായി മാറി. മേക്കാട്ട് ചേടത്തിയുടെ ചായക്കടയിൽ ആരും ഉണർന്നിരുന്നില്ല. അമ്മയുടെ കരച്ചിൽ ഒരു തേങ്ങലിൽ ചെന്ന് അവസാനിക്കാൻ കുറെ നേരമെടുത്തു. പിന്നെ നീണ്ട ഒരു മൗനം. ജെസ്സിയുടെ തേങ്ങലുകൾ ആ മരിച്ച മൗനത്തിന് ഇടവിട്ട അവധി നൽകി. എത്ര നേരം ഞങ്ങൾ അവിടെ നിന്നു എന്നെനിക്കറിയില്ല. അമ്മ ആ പാതിരാത്രിയിൽ ഞങ്ങളെ എവിടെ കൊണ്ടുപോകുകയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇഷ്ടമില്ലാത്ത ഏതോ ഒരു ദിക്കിലേക്കുള്ള ആ യാത്രയെ പറ്റി 10 വയസ്സുകാരി ചേച്ചിക്കറിയാമെന്ന് അവളുടെ തേങ്ങലുകൾ വിളിച്ചു പറഞ്ഞു. നമ്മൾ എവിടെ പോകുക അമ്മേ? ഉറക്കച്ചടവിൽ ഞാൻ ചോദിച്ചിട്ടും അമ്മ മറുപടി പറഞ്ഞില്ല. ആകാശത്തലഞ്ഞ മഴമേഘങ്ങൾ പെയ്യാൻ വേണ്ടി തെല്ലിത്തോട് പള്ളിക്കകത്ത് പുരുഷന്മാരുടെ വശത്ത് അല്പം കുനിഞ്ഞു നിന്നിരുന്ന യോസേ പിതാവ് ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ പള്ളി ഭിത്തികളെ ഭേദിച്ച് ഞങ്ങളിൽ നോട്ടമെത്തിക്കാൻ യോസേ പിതാവ് മെനക്കെട്ട് കാണില്ല. ആ കുരിശടിയിലെ ഈ ഉരുണ്ട നേർച്ചപ്പെട്ടി ഞങ്ങളെ പരിഹാസത്തോടെ നോക്കി. ആരും വരാത്ത ആ വഴിയിൽ നിഴൽ ഭൂതങ്ങൾ കാറ്റിനൊപ്പം നൃത്തം ചെയ്തു. അകലെ നിന്ന മഴമേഘങ്ങൾ അരണ്ട നിലാവിൽ ഞങ്ങൾക്ക് ചുറ്റും ചിത്രം വരച്ചു. പള്ളിക്കൂടത്തിലെ അസംബ്ലിക്കെന്ന പോലെ നിരന്നു നിന്ന ഞങ്ങൾ 4 പേർക്ക് മുമ്പിൽ ഒരു മുട്ട് നിലത്ത് കുത്തി അമ്മ എന്തോ പറയാൻ തുടങ്ങി. 2 കൈകൊണ്ടും ഞങ്ങളെ 4 പേരെയും ഒന്ന് വാരി പുണർന്ന് അമ്മ കരഞ്ഞു. എന്തൊക്കെയോ പറയാനുണ്ടായിട്ടും വാക്കുകൾക്ക് കുരുക്കു വീണു. അമ്മ അങ്ങനെ തന്നെ കുറെ നേരം തുടർന്നു. കൈകൊണ്ട് കണ്ണുനീർ തുടച്ചു. എന്നിട്ട് കൈകൾ 2 മുട്ടിലൊരുമി ഇനിയും പറയാതെ വയ്യ എന്ന മട്ടിൽ അമ്മ ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. തുടച്ചു നീക്കിയ കണ്ണുനീരിന് പുനഃപ്രവേശം വൈകിയില്ല. അമ്മ പറയുന്നത് അമ്മയുടെ പൊന്നുമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. വേദനയുടെ ആഴമാണോ ഭയം കീഴ്പ്പെടുത്താൻ നോക്കിയതിനാലാണോ എന്നറിയില്ല. അമ്മ പിന്നെയും പറയാൻ പഠിച്ചു. അമ്മ പറയുന്ന പോലെ എല്ലാം ഞങ്ങൾ ചെയ്യാം, പക്ഷെ എൻ്റെ പൊന്നമ്മച്ച് കരയരുത്. ജെസ്സി അമ്മയുടെ മുഖം അവളുടെ മുഖത്തോട് ചേർത്ത് കരഞ്ഞു. ഞങ്ങളുടെ അമ്മ അവൾക്കെന്നും പൊന്നമ്മച്ചിയായിരുന്നു. നമുക്ക് ഈ ലോകത്തിൽ ആരുമില്ല മക്കളെ. അമ്മയ്ക്ക് ഇനി വയ്യ. എൻ്റെ മക്കളെ വളർത്താൻ അമ്മയ്ക്ക് വയ്യ. അതുകൊണ്ട് നമുക്ക് മരിക്കാം.
എന്തോ വലിയൊരു കാര്യം അമ്മ പറയുന്നുവെന്നേ ഞാൻ കരുതിയുള്ളൂ. ജെസ്സിക്ക് എല്ലാം നേരത്തെ അറിയാമായിരുന്നത് കൊണ്ടോ പ്രായം 10 ആയതുകൊണ്ടോ അമ്മ പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരണത്തെക്കുറിച്ച് രാത്രി വൈകിയുള്ള ഒരു യാത്ര പോകൽ പോലെയാണ് എനിക്കന്ന് തോന്നിയത്. നമ്മൾ ഇവിടെ നിന്ന് കല്ലാറുകുട്ടി ഡാം വരെ നടക്കും. അവിടെ ചെന്ന് പാലത്തിൽ നിന്ന് അമ്മ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ഓരോരുത്തരായി ചാടിയാൽ മതി. അമ്മ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. കരച്ചിൽ അവരുടെ ഉള്ളിലെ വേദനയുടെ ഒരു ചെറിയ അംശം മാത്രമേ പേറിയുള്ളൂ. പൊന്നമ്മച്ചി, എനിക്ക് വെള്ളത്തിലേക്ക് ചാടാൻ പേടിയാണ്, ജെസ്സി അമ്മയോട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. അമ്മ മറുപടി പറഞ്ഞില്ല. ഡാമിലേക്ക് ചാടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പൊന്നമ്മച്ചി. ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഡാമിലേക്ക് ഇട്ടിട്ട് പൊന്നമ്മച്ചി ചാടിയാൽ മതി. ഒന്ന് നിർത്തിയിട്ട് ജെസ്സി തുടർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും പേടിച്ച് ചാടാതിരുന്നാൽ അമ്മയില്ലാതെ ഞങ്ങൾ എന്താ ചെയ്യുക? ജെസ്സി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ ഒന്നും മിണ്ടാതെ കുറെ നേരം കൂടി തള്ളിവിട്ടു. നനഞ്ഞ മുഖം കൊണ്ട് അമ്മ ഞങ്ങളെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ഡാമിലേക്ക് മക്കളെ എടുത്തിടാനാവില്ല. അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ചാടിയാൽ മതി. അത് പറഞ്ഞ് അമ്മ എഴുന്നേറ്റു. ബിന്ദുവിനെ തോളിലേക്ക് ഇട്ടു. കുര്യാക്കോ ചേട്ടന്റെ വീടും കടന്ന് ആ മെറ്റൽഭാഗ്യ വഴിയിലൂടെ അമ്മയുടെ പിറകെ ഞങ്ങൾ നടന്നു. എത്തുന്നതിന് മുമ്പ് വഴിയുടെ താഴെയായി ഒരു ബെന്തക്കോസ്റ്റ് പള്ളിയുണ്ട്. ആ പ്രദേശത്തിന് അക്കാലത്ത് ബെന്തക്കോസ്റ്റ് വളവ് എന്നാണ് വിളിപ്പേരിട്ടിരുന്നത്. അമ്മയൊന്ന് നിന്നേ. അവിടെ എത്തിയപ്പോൾ ജെസ്സി അമ്മയെ വിളിച്ചു. വെളുക്കും മുമ്പേ 6 കിലോമീറ്റർ നടന്ന് കല്ലാർകുട്ടിൽ ഡാമിലെത്തേണ്ട ആ മരണയാത്രയ്ക്ക് ഒരിടവേളയായി. അമ്മേ, കമ്പിളി കണ്ടത്തിലും തെള്ളിത്തോട്ടിലുമൊക്കെയുള്ള ആളുകൾക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. നമുക്ക് എല്ലാ ദിവസവും ചിന്നാറ് കടന്ന് അപ്പുറം പോയി ഭിക്ഷ തട്ടിയാലോ? നമുക്ക് കഞ്ഞി കുടിക്കാൻ വക കിട്ടില്ലേ? പൊന്നമ്മച്ചി, അപ്പൊ നമുക്ക് മരിക്കണ്ടല്ലോ. ഒരു 10 വയസ്സുകാരിയുടെ മരണത്തോടുള്ള ഭയമായിരുന്നു അതും നിറമറ്റ് പോയ ജീവിതത്തെ തോൽപ്പിക്കാനുള്ള തീവ്രമായ ആശയായിരുന്നു ആ വാക്കുകളിൽ നിന്ന് എനിക്കിന്നും അറിയില്ല. അമ്മ ബിന്ദുവിനെ താഴെ നിർത്തി. ജെസ്സിയെ അമ്മ വാരിയെടുത്തുയർത്തി തുരുതുരെ ഉമ്മ വെച്ചു. മരിക്കാനും തോറ്റുകൊടുക്കാനും കുറച്ച് സമയത്തേക്കെങ്കിലും ഉണ്ടായ ഒരു തോന്നലിനെ മറികടക്കാനുള്ള ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ അടങ്ങാത്ത ആർത്തി ആ ഉമ്മകൾ വിളിച്ചു പറഞ്ഞു. അമ്മ ഞങ്ങളെ 4 പേരെയും ചേർത്ത് പിടിച്ച് തിരിച്ചു നടന്നു. അടിച്ചു താങ്ങാൻ വെമ്പൽ കൊണ്ട് ഒരു ലോകത്തിന് മേലെയുള്ള താണ്ഡവമായിരുന്നു ആ നടപ്പ്. തോട് കടന്ന് വീട്ടിലേക്ക് വേഗത്തിൽ നടക്കുമ്പോൾ മരിക്കാൻ തോന്നിയ തൻ്റെ പൊട്ടബുദ്ധിയെ ആ അമ്മ പഠിച്ചിരുന്നു. എനിക്കറിയില്ല. കഥ ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ 36 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോഴേക്കും എനിക്ക് 26 വയസ്സിന് തൊട്ടടുത്ത്. ഇത് വായിച്ചിട്ട് നിങ്ങൾ ഈ 14-15 വയസ്സുള്ള കുട്ടികൾ മുഴുവൻ മാനസാന്തരപ്പെട്ട് വലിയ മിറക്കിൾസ് ഒക്കെ ചെയ്യണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് എഴുതിയത് എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തില്ലെങ്കിലും, നിങ്ങൾ എല്ലാവരും ഫുൾ A+ മേടിച്ചില്ലെങ്കിലും, എനിക്ക് കൂടുതൽ സന്തോഷമാകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ കുഞ്ഞിനും VD സതീശൻ സാറ്, എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല കേട്ടോ, അദ്ദേഹം ഇത് വായിച്ചിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ ജൂലൈ മാസം 10-ാം തീയതി എന്നോട് ആദ്യം ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ വെക്കേഷന് പോകാൻ സ്വിറ്റ്സർലൻഡിന് ഫാമിലിയായിട്ട് ഇറങ്ങിയിരിക്കുക. ഇളയടെങ്കിലും ബിന്ദുവും വന്നിട്ടുണ്ട് UK. അപ്പോൾ അവരുടെ ഫാമിലിയിൽ എൻ്റെ ഫാമിലിയിൽ വെക്കേഷന് പോകാൻ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. ഞാൻ VD സതീശനാണ്.
നമ്മളാരാണ് വീടി സൽസിൽ നമ്മളെ വിളിക്കും. മറുപടി എന്തായിരിക്കും? വരവ് വെച്ചിരിക്കുന്നുണ്ടോ? പുള്ളി പറഞ്ഞേ അല്ല, ഞാൻ പ്രതിപക്ഷ നേതാവ് വീടി സൽസിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫോട്ടോ പുള്ളിയിൽ അദ്ദേഹം ഒരു 18 മിനിറ്റാണ് എന്നോട് സംസാരിച്ചത്. ആ 18 മിനിറ്റും അദ്ദേഹം കരയുകയായിരുന്നു. ഇതിനകത്തെ ഓരോ അധ്യായത്തിലൂടെയും അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മണ്ഡലത്തിലെ എല്ലാ കുട്ടികൾക്കും A+ കിട്ടിയ കുട്ടികൾക്ക് ഇത് അടുത്ത 18 സമ്മാനമായി കൊടുക്കുകയാണ്. 1000 കോപ്പി ഓർഡർ ചെയ്യും. ഞാൻ അവിടുത്തെ രാഷ്ട്രീയക്കാരൻ്റെ വെറുതെ വാഗ്ദാനം തരുന്നുണ്ട്. സിനിമയിൽ ഉപയോഗിച്ച് മന്ത്രിയായി പറഞ്ഞിട്ട് നടത്തരാം. അതാ ഞാൻ ഓർഡർ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ സ്വിറ്റ്സർലൻഡിൽ എത്തുന്നതിന് മുമ്പ് ഓർഡർ വന്നു എന്നുള്ള ഒരു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ പേരൻസിനോടാണ്, നമ്മൾ അവർക്ക് കൊടുക്കാത്ത ഗിഫ്റ്റുകളൊന്നുമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഈ വേൾഡ് കപ്പ് കളിച്ച് കിട്ടിയ ട്രോഫിയെ പോലെയാണ് ഈ മക്കളെ കൊണ്ട് നടക്കുന്നത്. എനിക്കുണ്ടായ കുറവുകൾ ഈ പിള്ളേർക്കുണ്ടാകും. അപ്പം നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നത്, എനിക്കായി തീരാൻ പറ്റാത്തതല്ലേ ഈ പിള്ളേരായിട്ട് എനിക്കൊക്കെ എഴുതി നിൽക്കണം. വളരെ സ്വാർത്ഥമാണ്. കുറവുകളൊന്നുമില്ലാതെയല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ശരിക്കും ക്ലാസ്സുകളെല്ലാം എടുക്കേണ്ട പേരൻസിനാണ്. ഞാൻ ഇന്നിപ്പം ഇവരുടെ പ്രിൻസിപ്പളിനോട് സംസാരിക്കുന്നത്, 2 ആഴ്ച കൂടുമ്പോൾ ഈ സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഈ കുട്ടികളുടെ പേരൻസ് ഇവിടെ വന്ന് ഒരു 2 മണിക്കൂർ ക്ലാസ് കൂടണം എന്നുള്ള നിർബന്ധത്തോടെ വെക്കണം. കാരണം അന്നേരം അവരുടെ പേരൻറ്റിങ്ങിൽ തന്നെ വ്യത്യാസം വരും. അടിച്ചേൽപ്പിക്കലുകളോ ആശകളുടെ സഫലീകരണമൊന്നുമല്ല ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത്. നമ്മളുടെ കുട്ടികൾ ഇപ്പം പറയില്ലേ, ഈ +2 കയറുന്ന വീട്ടിൽ പറയും, അപ്പം എനിക്ക് ഇവിടെ ഒരു ഫ്യൂച്ചറും ഇല്ല, ഉടനെ തന്നെ കാനഡയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ പോയി പഠിക്കണമെന്നല്ലേ? അങ്ങനെയല്ലേ പിള്ളേർ പറയുന്നത്? അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പഠനമോ ഹയർ എഡ്യൂക്കേഷനോ ഒന്നും ആയിരിക്കില്ലല്ലോ. പക്ഷെ പിള്ളേരുടെ ഉദ്ദേശം അവരവിടെ പോയി അവിടുത്തെ കളക്ടറൊന്നും ആകുന്നില്ലേ പോകുന്നവരാരും. അപ്പൊ എന്തോ വേറെ കാര്യമില്ല. കാരണം ഈ പിള്ളേര് 12 വയസ്സാവുമ്പോൾ തൊട്ട് അഭിനയം തുടങ്ങും അല്ലേ? 12 വയസ്സാവുമ്പോൾ വീട്ടിൽ അപ്പന് കേൾക്കാനായിട്ടുള്ളത് പറയും, അമ്മയ്ക്ക് നമ്മൾ നടക്കുന്ന പോലെ ഇട്ടുള്ളത് പറയും, നാട്ടുകാർക്ക് ടീച്ചേഴ്സിന് പ്രിൻസിപ്പളിനെ കാണുമ്പോഴേക്കും ഭയങ്കര ഭവ്യത. പക്ഷെ ശരിക്കും ഭവ്യത ഉണ്ടോ? ഇല്ലെന്ന് അഭിനയിക്കുകയാണ്. പ്രിൻസിപ്പളിന് അതാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഗുഡ് മോർണിംഗ് മാം അല്ലേ, ഗുഡ് മോർണിംഗ് മാം എന്നിട്ട് മാം ആവുമ്പോഴും അല്ലേ? അപ്പൊ ശരിക്കും ഉള്ളത് അതാണ്. അങ്ങനെ അഭിനയിച്ച് ഒന്ന് കിടക്കാൻ പോലും പിള്ളേർക്ക് അഭിനയിക്കാതെ പറ്റിയല്ലേ? കിടക്കുക, തുടക്കിടയിൽ കൈയിട്ട് വെച്ചൊന്ന് തടസ്സത്തൊന്ന് കിടന്നിട്ടുണ്ട്. അന്നേരം അമ്മ വന്നിച്ചില്ല പറയുന്നേ, ഇത് ഭയങ്കര ദുരിതം, അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, ഈ ഒരു പെണ്ണാണെന്ന് നോക്കണം. അവളുടെ തൊട, അവളുടെ കൈ അവൾക്കും സുഖമായിട്ട് തണുപ്പത്തൊന്ന് കിടക്കുന്നതിന് പോലും സമ്മതിക്കുന്നില്ല. നമ്മൾ ഓരോ മൂരാച്ചി സിദ്ധാന്തങ്ങളൊക്കെ ശാപം കിട്ടും. എവിടെ ചാപം? ഇതെല്ലാം പറഞ്ഞ് പിള്ളേർക്ക് ഉറക്കത്തിൽ വരെ അഭിനയിക്കണം അല്ലേ? കാരണം ഇവർക്ക് കേൾക്കാനുള്ളതും മോഹൻലാൽ പോലും ഒരു ടേക്ക് എടുക്കുന്ന സമയത്ത് മാത്രമേ അഭിനയിക്കാറുള്ളൂ. ബാക്കി സമയത്ത് അയാൾ ജീവിക്കുകയും ചെയ്യും. നിങ്ങളോ ഫുൾ ടൈം അഭിനയമാണ് അല്ലേ? അവൻ്റെയൊക്കെ ആ സന്തോഷം ഇങ്ങനെ കാര്യമൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ആ അഭിനയം കാരണം 5 വർഷം ആകുമ്പോഴേക്കും പിള്ളേർ മടുത്തു അഭിനയിച്ചു. ആ മടുക്കുമ്പോഴാണ് ഇവർ പറയുന്നത്, UK മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ, there is no future here അല്ലേ? അവിടെ PR കിട്ടും, അത് പിന്നെ മോട്ടിവേറ്റീവാണ് പേരൻസിനെ. അത് മാത്രമല്ല, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് 3 years കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് സ്റ്റേ ബാക്ക് കിട്ടും. സ്റ്റേ ബാക്ക് കിട്ടി കഴിഞ്ഞ് പിന്നെ PR കിട്ടും. അപ്പോൾ അമ്മയ്ക്കും അപ്പായ്ക്കും ഒക്കെ അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് തരാം. അന്നേരത്തേനും അമ്മയ്ക്കും ഉപ്പായ്ക്കും എല്ലാം ഇതൊന്നും പറ്റിയിട്ടില്ലല്ലോ, പുളകം കൊള്ളുക അന്നേരം തന്നെ. പിന്നെ അത് അവരുടെയും കൂടി ഒരു ആഗ്രഹമായി മാറുക. പിള്ളേർ ശരിക്കും എന്നാ പിന്നെ കൊണ്ടുവെക്കൊന്നും ഇല്ലെന്നേ, വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ടേ കാണിച്ചു വിടും. എന്നിട്ട് നാട്ടിൽ നിന്നോ ഈരാറ്റുപേട്ട പരിസരത്തു നിന്നോ ഉള്ള ഏതെങ്കിലും ഒരുത്തൻ ആ ഭാഗത്തുണ്ടെങ്കിൽ അവൻ്റെ അഡ്രസ്സ് പോലും നിരത്തിൽ ഉള്ള പ്രദേശത്ത് നിന്ന് ഒത്തിരി ദൂരെ പോയി അവർ താമസിക്കുക വരെയുള്ളൂ. എന്തുകൊണ്ടാണ്? പിന്നെ അഭിനയിക്കാൻ മടിയായതുകൊണ്ട്. അയാളുടെ അടുത്തും അഭിനയിക്കട്ടെ. ഇവിടെ അഭിനയിച്ച് പഠിത്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് ഓടി എടുക്കുള്ളൂ. 40 ലക്ഷം ലോണ്. മറ്റു പിള്ളേർ ലോൺ അടച്ചത് വീട് വെച്ചല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ എന്നാ പറയുന്നത്, ഉപ്പ നമുക്ക് എന്തിനാണ് ഒരു വീട്? അതൊക്കെ ലയബിലിറ്റിയാണ്. ലെറ്റ്സ് സെൽ ഇറ്റ്.
നമുക്കിത് വിറ്റിട്ട് ഒരു വാടക വീട് പോലെ, അപ്പൊ ആ വാടക വീടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വാടക അടച്ചോളാം, പണി തീർന്നു. അഭിനയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് കുട്ടികൾ പഠിക്കാൻ 95% പുറത്തേക്ക്. അപ്പൊ അവരെ അഭിനയിപ്പിക്കുന്നത് ആരാ? ഈ കുട്ടികളെ അഭിനയിപ്പിക്കുന്നത് നമ്മൾ പേരൻസ് ആണ്. നമ്മുടെ പേരന്റിങ് സമ്പ്രദായം എന്ന് പറയുന്നത് ഈ കുട്ടികളെ അവരല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യിക്കാനായിട്ട് നമ്മളൊരു എഫർട്ട് എടുക്കുക. ആണോടാ? ആണോ? ഓർക്കെ പറയടാ. റയ്യൻ. ഈ നിന്റെ പേര് നിന്റെ അച്ഛനമ്മ ഇട്ടല്ലേ? നിനക്ക് ഇഷ്ടല്ലേ പേര്? എന്നാ ഇച്ചിരി വ്യക്തതയോട് കൂടി ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയട്ടെ. നമ്മുടെ പേര് നമ്മൾ നന്നായിട്ട് മനസ്സിലെ വേറെ ആരും പറയും. ഈ പേരന്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് മാറ്റം നമുക്ക് വരുന്നു? ഈ കുട്ടി അമ്മയോട് ചീത്ത പറയുമ്പോൾ അമ്മ എന്താ ശരിക്ക് ഈ കുട്ടികളോട് പറയാ? അങ്ങനെ ചെയ്ത് ശരിയല്ല എന്നൊക്കെയാണ് പറയാറ്. ആണോ? ഈ കുട്ടികള് ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ എന്തിനാ ഉണ്ടാക്കിയത് നിങ്ങളുടെ മക്കൾ ചോദിക്കില്ല. അന്നേരം ഈ അമ്മ പൊതുവിൽ ഫോർ എക്സാമ്പിൾ അങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ നമ്മൾ എന്നാ പറയുന്നത്? അങ്ങനെ പറയരുതെന്ന്. ഉടനെ തന്നെ ഭരണങ്ങാനത്തിൽ അൽഫോൻസാമ്മയെ മാറ്റി ഞാൻ കയറിയിരിക്കാം. ആണോ? ഞാൻ 10 മാസം വളർത്തിയത് അണ്ണോടി എന്നിട്ട് നീ എന്നോട് പറഞ്ഞോടി. ആദ്യത്തെ ഷോയാണ്, ഭയങ്കര മൊത്തം ലുക്ക് ആക്കുവാണ്. എന്നിട്ടോ ഫുൾ വൈബിലേക്ക് വരുമ്പോഴെന്താ? ഫുൾ വൈബിലേക്ക് വരുമ്പോ എന്നാ? അതൊക്കെ പറയടി, ഇത് അയലൊക്കത്തുള്ളവർ കേൾക്കും. മെയിൻ പ്രശ്നം പറഞ്ഞതല്ല, മറ്റുള്ളവർ കേൾക്കും എന്നുള്ളതാണ് ഒരെണ്ണം. 2 എന്താണ്? ഞാൻ നിന്നെ 10 മാസം വയറ്റിലിട്ട് വളർത്തി, ഇപ്പോഴിതെല്ലാം കൊടുത്തു. ഞാനൊരു ജോലിക്ക് പോലും പോകാതെ നിന്നെ മടിയായതുകൊണ്ടാണ് പോകാത്തത്. ശരിക്കുള്ള കാര്യം കഷ്ടപ്പെടാൻ കഴിയില്ല. ഇതെല്ലാം പറഞ്ഞ് പിള്ളേരുടെ അടുത്ത് ഉഡായിപ്പ് നമ്പറുണ്ട്. പിള്ളേർക്കറിയാം അമ്മ അഭിനയിക്കുകയാണ്. ഈ അടുത്തയിടെ ചങ്ങനാശ്ശേരി രൂപതയിലെ ആർച്ച് ബിഷപ്പ്, നമുക്ക് പുള്ളിയോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, 2-3 പ്രാവശ്യം പറയുന്നത് കേട്ടു, പല വട്ടമായി. പിള്ളേർക്കൊന്നും ദൈവവിശ്വാസമില്ല, പിള്ളേരാരും പള്ളിയിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ പറയും കുട്ടികൾ നിസ്കരിക്കുന്നില്ല, ഇല്ലേ? കുട്ടികൾ നോമ്പെടുക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും പിള്ളേര് നോമ്പെടുക്കുന്നുണ്ടെന്ന് വീട്ടിൽ പറയും, എന്നിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയി തിന്നും. അങ്ങനെയുള്ളവരുണ്ടോ ശരിക്കും? എനിക്കറിയാം ഇവിടെ ഉള്ളവരെ പിള്ളേര്. നിങ്ങൾക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ഈ കുട്ടികൾ പള്ളി വരാത്തതിനെ കുറിച്ച് മെത്രാൻ പറയുന്ന കാലം അധപതിച്ചിരിക്കുന്നു. കാലം അധപതിച്ചതാണോ? വേണ്ട പോലും 5 നേരം നിസ്കരിക്കാത്തതൊക്കെ എന്താ പ്രശ്നം? നിസ്കാരം 5 നേരം കഴിഞ്ഞേച്ച് വേണമെങ്കിൽ രാത്രി 2 എക്സ്ട്രാ നേരം കൂടെ കഴിഞ്ഞേച്ച് അമ്മയും അപ്പനും കാണിക്കുന്നത് പിള്ളേർ കാണുമല്ലോ. ഇവള് പറയുന്നത് ഭയങ്കര നിസ്കാരമാണ്, അള്ളായെ സംഭവമാക്കി മാറ്റി, അടിമയായി നിന്റെ എന്ന് പറഞ്ഞ് തുല്യത എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ഊളത്തരവും കാണിക്കും, മൊത്തം ഫ്രോഡാ. അപ്പൊ ഈ കൊച്ചെന്നാ പറയുന്നത്? ഈ ജനിച്ചപ്പോൾ തൊട്ട് നിസ്കരിച്ചോണ്ടിരുന്നവളും അവനൊക്കെ കാണിക്കുന്ന ഇതല്ലേ, പിന്നെ ഞാനെന്തിനാ ചെയ്യുന്നതെന്ന് കൊച്ചു ചോദിക്കുക. ശരിയാണോ? ആണോ? അപ്പൊ ആരായി പിള്ളേർ നിസ്കരിക്കാതെ ഉത്തരവാദി? നമ്മളല്ലേ? ആണോ? ഇല്ല, സമ്മതിക്കല്ല. തട്ടവിട്ട പുള്ളിക്കാരി ഒരു തരത്തിലും സമ്മതിക്കല്ല. ഞാനൊക്കെ വിശുദ്ധയാണെന്നുള്ള കാരണം അങ്ങോട്ട് പോവാ, ഭരണജ്ഞാനത്തിന് പോകേണ്ട പരിപാടിയാ. ഈ കുട്ടികൾ നിങ്ങൾ വിശുദ്ധന്മാരാന്നല്ല കേട്ടോ, നമുക്ക് പിന്നെ വരാം. നമ്മളുടെ പേരന്റിങ്ങിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ചെയ്തിയെ കുറിച്ചല്ല നമ്മളുടെ ആകുലത, നേരെ മറിച്ച് അത് മറ്റുള്ളവർ കാണുമ്പോൾ എങ്ങനെ വീക്ഷിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ന്യായീകരണം എന്താണ്? അവൾക്കൊരു പാവാട ഇടണം. ഇപ്പൊ എന്നാ പറയുന്നേ? 2 അപ്രോച്ചുണ്ട്. എൻ്റെ മകൾ വന്നിച്ച് പറയാം, എനിക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇറക്കം കുറഞ്ഞ് ഇത്രയേ ഉള്ളൂ, പാരീസിൽ ജനിച്ച് വളർന്ന് വെച്ചല്ലേ, ഉടുപ്പിടണം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ പറയും, മറ്റുള്ളവർ എന്നെ പറയും ഇത് കണ്ടിട്ട്. മനസ്സിലായോ? ഞാൻ എൻ്റെ മോളോട് പറയും, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ, പക്ഷെ ഇതിനകത്ത് അപ്പനൊരാണായതുകൊണ്ട് 14 വയസ്സുള്ള നീ
അങ്ങനത്തെ ഒരു ഉടുപ്പിട്ട് പോകുമ്പോൾ ഒരാൾ നിന്നെ നോക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ അവളോട് പറയും. നിന്റെ ശരീരത്തെ നിനക്കിഷ്ടമില്ലാത്ത രീതിയിൽ, ശരിയല്ലാത്ത രീതിയിൽ ഒരാൾ നോക്കുന്നത് നിനക്കിഷ്ടമുണ്ടോ? ഉണ്ടോ? അങ്ങനെ വേഷം ധരിച്ചാൽ നിനക്ക് നല്ലതാണോ അത്? നീ ഇടുന്നതൊക്കെ നല്ലതാണ്, നിനക്ക് അത് ഇറക്കം കുറഞ്ഞത് ഇടാമോ, കൈയില്ലാത്ത ഇടാം, എല്ലാം ഓക്കെയാണ് നീ. പക്ഷെ പിള്ളേരോട് എന്നാ പറയുന്നത്? തറവാട്ടിൽ പറഞ്ഞവർ അങ്ങനെ ഇടുപോടി. നമ്മുടെ സമുദായത്തിൽ ആരെയെങ്കിലും നീ അങ്ങനെ കണ്ടിട്ടുണ്ടോടി? ഇല്ലേ? അതല്ല, സമുദായത്തിനൊന്നും ഒരു പ്രശ്നമില്ല, എന്നെ വേണമെങ്കിലും ഇടാം. പക്ഷേ നിന്റെ ശരീരത്തെ മറ്റൊരാൾ നോക്കുന്നത്, നോക്കരുതാത്തതുപോലെ ആകുന്നത് നീ അങ്ങനെ ഒരു വേഷം ധരിക്കുമ്പോഴാണെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടോ? നിനക്ക് വേഷമൊക്കെ ധരിക്കണം. നമ്മൾ സായിപ്പിൻ്റെ നാട്ടിൽ ചെന്നാൽ ഷഡ്ഡി ബ്രൈസർ വിട്ട് ജൂലൈ മാസം ആകുമ്പോഴേക്കും കടൽ തീരത്തും പുൽത്തകടിയിലും ഒക്കെ ആൾക്കാർ കിടക്കും. ആരെങ്കിലും നോക്കാറുണ്ടോ? അത് ഒന്നുമില്ല. ഉടുത്തോണ്ട് പോയാലും ഉടുക്കാതെ പോയാലും ഒന്നും ആരും അതിനെക്കുറിച്ച് ബോധേടല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ബോധേടാണോ? മൊത്തം മൂടിക്കെട്ടി പോയാലും എവിടെയെങ്കിലും ഒരു ചെറിയ തുളയുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന രോഗികൾ കൂടുതലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ. ആണോ? അല്ലേടാ പിള്ളേരെ? സൈലന്റ് ആയി അവനിങ്ങോട്ട്. അപ്പൊ അതുള്ളപ്പോഴാണ്, അല്ലാതെ വേഷം ധരിക്കുന്നതിനൊന്നും പ്രശ്നമുള്ളത് കൊണ്ടല്ല. അത് കുട്ടികളോട് പറയാതെ സമുദായം എങ്ങനെയാണ്, നമ്മുടെ സഭ എങ്ങനെയാണ്, നമ്മുടെ മതം എങ്ങനെയാണ്, ചുറ്റുമുള്ളവർ എന്ത് പറയും, അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് പോയാൽ പിള്ളേർ ബാംഗ്ലൂർ പോയി കാണിക്കുന്നതന്നെ. ബാംഗ്ലൂർ ആരും അറിയുന്നില്ലല്ലോ. ഇത് പഠിപ്പിച്ചതാരാ? ബാംഗ്ലൂർ പോയി അങ്ങനെ തോന്നിവാസം നടക്കാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി അങ്ങനെ നടക്കാം, പാരീസിൽ പോയി നടക്കാം എന്ന് ആരാ പഠിപ്പിച്ചേ? നമ്മളെ തന്നെ പഠിപ്പിച്ചു. കാരണം നമ്മൾ എന്നെ പറയുന്നേ, നമ്മൾ അങ്ങനെ ആണ് എന്നുള്ളത് മറ്റാരും അറിയുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ശരിയല്ലേ? ഇപ്പൊ ഈ നസ്രാണികളുടെ ഇടയ്ക്ക് ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഇല്ല, ആലയൊക്കെ അടിച്ച് പൊളിക്കുക. കല്യാണം കഴിച്ച് താമസിക്കുന്നവരും അയലക്കത്തെ വീട്ടിൽ സംബന്ധം കൂടാം. പക്ഷെ ആരെങ്കിലും അറിയുമ്പോഴാണ് പ്രശ്നം, അല്ലേ? അന്നേരം ധ്യാനത്തിന് പോകും, മനസ്സാന്തരപ്പെട്ടു വരും. പിന്നെ ആൾക്കാർ അറിയുന്നവരെ പോകുള്ളൂ, പിന്നെയും ധ്യാനം. ഇതെല്ലാം നമ്മളുടെ ഈ സാമൂഹിക തലത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം. മനസ്സിലായോ? ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പേരൻസിനോട് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ സംസാര രീതി, കുട്ടികളെ ഓരോ കാര്യത്തിനും ഒരുക്കുന്ന രീതി നമ്മൾ തന്നെ ടാർഗറ്റ് ഇടുക. 80% വേണം, 90% വേണം. എന്തിനാണ് 80% വേണ്ടത് എന്ന് കുട്ടികളോട് നിങ്ങൾ പറയാറുണ്ടോ? എന്നാലേ അഡ്മിഷൻ കിട്ടുള്ളൂ. എന്തിന് അഡ്മിഷൻ? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എന്ത് സ്പേസ് ആണ് കൊടുക്കുന്നത്? വായന മരിച്ചു. എന്തുകൊണ്ടാണ് വായന മരിച്ച്? നിങ്ങളുടെ തലമുറയൊന്നും വായനയില്ലെന്നാണ് ഈ പൊതുവിൽ പറയുന്നത്. ഞാൻ 98, 94 ഇവർ നോണ പറയുന്ന ഈ അമ്മാവന്മാരും അമ്മായിമാരും ഫുൾ ഫേക്കാണ്. 92, 94 ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൻ്റെ ലൈബ്രറി എന്ന് പറയുന്ന 2 മുറിയുടെ ഒരു ടെമ്പററി തട്ടുകട മോഡലായിരുന്നു. അവിടെ ഒരു 5 പേര് കൂടുതൽ ഞാൻ ഒരു കാലത്തും കണ്ടിട്ടില്ല. അപ്പോൾ ഈ അമ്മമാരും അമ്മായിമാരും പറയുന്നത് നുണയല്ലേ? ആ കാലത്ത് വലിയ വായനയൊന്നും ഉണ്ടായിരുന്നില്ല. വായിക്കുന്നവർ വായിക്കും. നിങ്ങളുടെ കാലത്താണ് ഏകദേശം 8% പോപ്പുലേഷൻ കൂടെ അന്നത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ വായിക്കുന്നത്. നിങ്ങളൊക്കെ ജെൻസിയാണോ? അത് ആൽഫയല്ലേ? തെറ്റായി. ഇച്ചിരി ക്രിയേറ്റീവാണ്. ജെൻസി മുഴുവനും പോയി, മൊത്തത്തിൽ പോയി. അപ്പം നിങ്ങൾ എന്നതാ കൂടുതൽ ഉപയോഗിക്കുന്നത്? MDMA ആണോ, വീടാണോ, ഏതാ? ഒരു വൈബൊക്കെ കിട്ടാൻ നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നത്? ഒന്നുമില്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉണ്ടേലും പറയുമല്ലേ? ഈ പിള്ളേർ മുഴുവൻ ഇതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ പിള്ളേർക്ക് വന്ന് പോലീസുകാർ ടോക്ക് എടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. അത് പനി വന്നു കഴിയുമ്പം പനിക്കുള്ള ഗുളിക കൊടുത്ത് ശാന്തമാക്കുന്ന പോലെ നമുക്കുള്ളത് ഒരു ഇൻറ്റെസ്റ്റിനൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന പനി പാരസെറ്റാമോൾ കൊടുത്തു കഴിഞ്ഞാൽ മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ പേരൻറ്റിങ്ങിലാണ് പ്രശ്നം. ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു അഗ്രഷൻ. ഈ പിള്ളേര് ഈ കഞ്ചാവ് അടിക്കാനും വെള്ളം അടിക്കാനും പിന്നെ എന്നാടാ വേറെ എന്നൊക്കെയുള്ള എന്നറിയത്തില്ല, ഒരു അറിവ് കുറഞ്ഞ് കുട്ടി ഈ MDMA എല്ലാം പോകുന്നതിൻ്റെ അതാണ് ഒറ്റ കാരണമെന്നല്ല, ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് സ്പേസ് കൊടുക്കാതെ, അവരുടെ സ്വപ്നം എന്തെന്ന് തിരിച്ചറിയാതെ, അവരുടെ ആഗ്രഹങ്ങൾ എന്തെന്ന് തിരിച്ചറിയാതെ വൈകുന്നേരങ്ങളിലിരുന്ന് നിസ്കരിക്കും, പ്രാർത്ഥിക്കും, കുരിശുവരിക്കും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും.
നാമം ജപിക്കുകയൊക്കെ ചെയ്യും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എത്ര പേരാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വിയിലേക്ക് എടുത്തുകൊണ്ട് പിള്ളേർ പോകുന്നു അല്ലേ? ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിയും. ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അതിൽ അപ്പനും അമ്മ ഏറ്റവും കൂടുതൽ തോണ്ടുന്നത് പിള്ളേർ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ? നമ്മളെന്നെ പരിപാടി? അവരവരുടെ ലെവലിൽ തോണ്ടുന്നു, നമ്മൾ നമ്മുടെ ലെവലിൽ തോണ്ടുന്നു. നമ്മൾ ഈ ഫേസ്ബുക്ക് അമ്മായി അമ്മാവൻ സെൻട്രസിലുള്ള എല്ലാ സാധനങ്ങളും മൊത്തം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഫേസ്ബുക്കിലൊക്കെ കയറി വെച്ച് പറയുകയാണ് കേസിൽ വേണുഗോപാൽ മുഖ്യമന്ത്രി എന്ന്. ഫേസ്ബുക്കിൽ വാർത്ത എഴുതി വരുമോ? അതാണ് സത്യം. എന്നിട്ട് അത് നമ്മൾ കോൺടാക്റ്റിലുള്ള 250 പേർക്ക് അയച്ചു കൊടുക്കും രാവിലെ എടുത്ത്. ഈ ലോകത്തിലുള്ള എല്ലാ കോൺടാക്റ്റിലും ഓരോ ഗുഡ് മോർണിംഗ് എന്ന് വിടും ഇല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇത് തോണ്ടുമല്ലേ? എവിടെ നിന്നെല്ലാം കിട്ടുന്ന മെസ്സേജ് മുഴുവനും ഫോർവേഡ് ചെയ്യും. നിങ്ങൾ ഇത് ചെയ്യുന്നു, പിള്ളേർ ഇൻസ്റ്റയിൽ കയറി കളിക്കുന്നു. അതുകൊണ്ട് വ്യത്യാസം. എല്ലാവരും തോണ്ടുക. ഇവരുടെ ജനറേഷനിൽ ഇച്ചിരി റിയാക്റ്റീവാണ്. അവർ ഈ ലോളിപ്പോപ്പും അല്ലാത്തതൊക്കെ കണ്ടിച്ച് അവരിലേക്ക് ഇത് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ഇളയ മോള് 10 വയസ്സുള്ളവള് ടിക്ടോക്കൊക്കെ കണ്ടിച്ച് അവൾ അതിൽ അവതരിപ്പിക്കും. ഇവിടെ ടിക്ടോക്ക് ഇല്ലല്ലോ ഇപ്പോൾ, സെറ്റപ്പ് സാധനമാണ്. അപ്പം അത് ജെൻസി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. ആൽഫയാണെങ്കിൽ അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് എടുക്കുമല്ലേ, എന്നിട്ട് പിന്നെ നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുക. അന്നേരം നമ്മൾ പിള്ളേർക്ക് സംസാരിക്കാൻ വിഷയമില്ല നമ്മുടെ അടുത്ത്. അവനൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കൂടെ പണ്ട് സംസാരിച്ച പോലെ സംസാരിക്കുന്നുണ്ടോ? പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാറില്ലേ നേരം? അത് പറഞ്ഞു. കാരണം സംസാരത്തിന് വിഷയമില്ല. ഇന്ന് മഴ പെയ്യുമോ അല്ലേ? സാധ്യതയുണ്ട്. ഇടിവെട്ടാൻ സാധ്യതയുണ്ട്. ഒരു വിഷയവും ഇല്ലാത്ത സമയത്ത് സംസാരിക്കുന്ന കാര്യമാണിത്. കാലാവസ്ഥ വെറുതെ പറയാലോ, മഴ പെയ്യും, എന്നെ ചൂടാ, വെറുതെ പറയുന്ന അതൊക്കെ. അപ്പൊ നമ്മളുടെ ഭർത്താവും നമ്മളും തമ്മിലല്ലേ, നമ്മുടെ ഭാര്യയുമായി നമ്മൾക്ക് വിഷയ ദാരിദ്ര്യത്തിലാണ് ഓൾറെഡി. ഈ പിള്ളേരോട് നമ്മൾ എടാ ഇന്ന് എന്നെ വരുമ്പോൾ ചോദിക്കുന്നു, ഇന്നിങ്ങനെ എന്നാണ് ഇന്ന് പഠിപ്പിച്ചേ, നിനക്ക് എന്നാ ഇവാലുവേഷൻ ഉള്ളത്, ഹോംവർക്ക് എന്നാ ഉള്ളത്, എന്നാ നിന്റെ ടെസ്റ്റ് ഉള്ളത്, ഇതൊക്കെയല്ലേ ചോദിക്കുന്നേ. അതൊന്നും അല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലേ? നമുക്ക് പിള്ളേർക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ കണ്ടെത്തണം. അവർ റീല് കണ്ടോ, അല്ലെങ്കിൽ അവർ പുതിയ പേഴ്സണാലിറ്റീസൊക്കെ പുതിയ വീഡിയോ ഗെയിമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമൊന്ന് കാണട്ടെ അതെങ്ങനെയാണെന്ന്. ഈ അമ്മായി ബൈബിലുള്ള ആണെങ്കിൽ പോയിരുന്ന് കാണുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ? അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയാൽ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ വേണ്ടേ? ഞാൻ എൻ്റെ തോമായ്ക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് പോകണ്ട. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നാട്ടിലൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇത്രയും സ്റ്റാറായി നിൽക്കുമ്പോൾ നമ്മുടെ തോമ 10 വെച്ച് പഠിത്തം നിർത്തിയാലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അതാ അവളുടെ പ്രശ്നം. കൊച്ചു പോകുന്നതല്ലെന്നേ പ്രശ്നം. ഞാൻ പറയുന്നു അവനെ വിടണ്ട, നീ പഠിക്കുന്നുണ്ടോടാന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നോട് പറയുന്നത് ഈ സ്കൂളിൽ പോകുന്നത് തന്നെ ഒരു പണിയല്ലേ. നമ്മൾ അവനെ ബഹുമാനിക്കുന്നു. പിന്നെ എൻ്റെ ചെലവിൽ അങ്ങനെ ഇന്റർനെറ്റ് എടുത്ത് നീ കുത്തണ്ട, പോയിന്റാണോ? അപ്പം അത് നമ്മൾ കട്ട് ചെയ്യും. പിന്നെ ഞാൻ പറയുന്നത് പഠിത്തം നിർത്തുവാണെങ്കിൽ നിർത്തട്ടെ. 2-3 വർഷം, 18 വയസ്സാകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു 1.5 വർഷത്തോടെ കഴിഞ്ഞാൽ 18 വയസ്സാകും. അപ്പോൾ നമ്മൾ ഈ പെട്ടിയൊക്കെ എടുത്ത് മിറ്റത്തേക്ക് കൊണ്ടുപോകും. ബൈ ബൈ എന്ന് പറയും. പ്രായപൂർത്തിയായില്ലേ? നിങ്ങളൊന്നും അങ്ങനെ ചെയ്യല്ലേ പേടി. എൻ്റെ കൊച്ചിനെ 35 വയസ്സാകുമ്പോഴേ എൻ്റെ കുഞ്ഞിനെ അല്ലേ? ആ പിള്ളേരുടെ ഓട്ടോണമി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. സെൽഫായിട്ട് എന്ത് ചെയ്യാനുമുള്ള കേപ്പബിലിറ്റീസ് യു ഡിസ്ട്രോയിഡ് ഇറ്റ് ആൻഡ് വി ഡിസ്ട്രോയിഡ് ഇറ്റ്. അപ്പോൾ തോമ ഒരു 3 വർഷം ക്ലീനിങ്ങിനൊക്കെ പോകണം. അടിച്ചു വാരുക, തുടയ്ക്കുക, കക്കൂസ് കഴുകുക. കക്കൂസും നമ്മളിങ്ങനെ ബ്രഷ് വെച്ചല്ലേ, കയ്യിലേക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഉരയ്ക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഉരയ്ക്കണം. സുഖം ഉണ്ടാവുമോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പഠിക്കുവാണ് നല്ലതായിരിക്കും. അല്ലാതെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. പഠിച്ചത് കൊണ്ട് അറിവൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇത് പറയല, അയ്യോ അയലക്കത്തെ ഫാത്തിമയുടെ ചെറുക്കം കണ്ടോ, മൊത്തം A+ അവൻ്റെ ഫ്ലെക്സ് വന്നിരിക്കുന്നു. അതാ പ്രശ്നം. ഇവിടെ വന്നില്ല, അവിടെ ഫ്ലെക്സ് വന്നതാണ് പ്രശ്നം. ഇതൊക്കെയാണ് നമ്മുടെ പേരന്റെങ്കിലെ ദുരന്തങ്ങൾ. ഇത് നമുക്ക് വൈകുന്നേരം വരെ സംസാരിക്കാവുന്ന ഇഷ്ടംപോലെ വിഷയമുണ്ട്. ഇവിടെ നിർത്തുക. ഇനി നിങ്ങൾ കുട്ടികളോട് ഈ സ്വപ്നം കാണാൻ സാധിക്കാത്തവരെല്ലാം മരിച്ചവരാണ്. മരിച്ചിങ്ങനെ ജീവിക്കുക. മൂവിങ് ഡെഡ് ബോഡീസ്.
അപ്പനും അമ്മയും പറഞ്ഞു തരുന്നതോ സ്കൂളിൽ പറഞ്ഞു തരുന്നതോ അതിനെല്ലാം ഉപരിയായി സ്കൂളിൽ തരുന്ന നോട്ടല്ലാതെ എന്തെങ്കിലും വായിക്കാറുണ്ടോ? അല്ലേ? അല്ലാതെ ഉണ്ടോ? അന്നേരം പിന്നെ നമ്മൾ എല്ലാവരും തമ്മിൽ ഒരേ ലെവലല്ലേ ഉള്ളൂ. നിനക്ക് നിന്റേതായ വ്യത്യസ്തത ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിനക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇന്ന് വരെ ചെയ്തിരുന്നത് പോലെ തന്നെ നാളെയും തുടർന്നാൽ ഇന്നിൽ നിന്നും വ്യത്യസ്തമായ റിസൾട്ട് കിട്ടുമോ? Will you ever get a result which would be better than that of today if you do the same thing even tomorrow? You won't. എന്നതാവാം അല്ലേ? ആര് ചോദിച്ചു അങ്ങനെ റിസൾട്ടൊക്കെ വേണമെന്നല്ലേ? സ്വപ്നങ്ങളുള്ളവന് മാത്രമേ ഉള്ളവൾക്ക് മാത്രമേ എവിടേക്കെങ്കിലും എത്തിച്ചേരാനുള്ള ഊർജം പോലും ഉണ്ടാകുകയുള്ളൂ. അപ്പനും അമ്മയ്ക്കൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവും, പക്ഷെ അതവിടെ ഇരിക്കട്ടെ, മാറ്റി വെക്കും. നിങ്ങളുടെ സ്വപ്നം എന്താണ്? നമ്മളൊക്കെ ഇനിയിപ്പോൾ എന്തേലും സ്വപ്നം കണ്ടിട്ടും എന്താ കാര്യം? അത് വല്ലതും നടക്കുന്ന കാര്യം? ഉപ്പ ഇങ്ങനെ പറയുന്നു, ഉമ്മ ഇങ്ങനെ പറയുന്നു, ഉപ്പപ്പ ഇങ്ങനെ പറയുന്നു, ഇതൊക്കെയാണ് നിങ്ങളുടെ പരിപാടി. അതെല്ലാം എന്താണെന്നറിയോ? അത് നമ്മൾ ചാരിയിരിക്കുന്ന വലിയ കഷ്ടപ്പാടെന്ന് പറയുള്ളൂ. അവർ പറയുന്നതിന് വലിയ അവരുടെ ലെവലിലുള്ളതേ അവർ പറയുള്ളൂ അല്ലേ? നീ ചിന്തിക്കണമെങ്കിൽ ഓൾറെഡി നീ പള്ളിക്കൂടത്തിലെ പുസ്തകത്തിന് ഉപരിയായിട്ട് ഇച്ചിരി എന്തെങ്കിലും വായിക്കണം, കാര്യങ്ങൾ തുറന്നാണ്. ഈ റീലൊക്കെ കണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ അല്ലേ മെയിനായിട്ട്? സത്യം പറഞ്ഞതിന് നന്ദി. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളോട് പറയുകയാണ്, ഏത് സ്വപ്നം എടുത്തു വെച്ചാലും അവളുടെ പേരുന്ന ദിന ദിന എന്നാ പറയുന്നത്? അക്ഷരത്തെറ്റുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം അല്ലേ? ശരിക്കാണോ എഴുതിയേക്കുന്നത്? ആണോ? അക്ഷരത്തെറ്റുണ്ടോ? ഇല്ല. നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി എന്നാ പറയുന്നത്? അതൊക്കെ നടക്കുന്ന കാര്യമാണ്, നമുക്കതൊന്നും പറഞ്ഞിട്ടില്ല. ആ ഇമ്പോസിബിൾ എന്നവരാക്കുന്നത്. എന്നിട്ട് പിന്നെ അപ്പനും അമ്മയും പറയുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഈ ഇടുന്ന അവർ തന്നെ ഇട്ട് തരുന്ന ടാർഗറ്റ് അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരത് നേടിയിട്ടില്ല. തിരിഞ്ഞോ? അപ്പം അവർ ഈ പിള്ളേർക്ക് വലിയ എഫേർട്ടൊക്കെ വേണം, പിള്ളേർക്ക് കഷ്ടപ്പാടാണെന്നൊക്കെ അവർ തന്നെ അങ്ങ് നിർവചിക്കും. കാരണം അവർക്ക് പാടാം, അത്രയും വിവരമുള്ളവർക്ക്. വേറൊരു കാലഘട്ടത്തിൽ ജീവിച്ചതല്ലേ. പക്ഷെ നിങ്ങൾക്ക് അതിലും കൂടുതൽ കഴിവില്ലേ? നിന്റെ അച്ഛനെ അമ്മയെക്കാരും നിനക്ക് കഴിവില്ലേ? ബുദ്ധിയില്ലേ? നിങ്ങൾ വേറൊരു മോഡേൺ ലോകത്തല്ലേ അല്ലേ? അതിന് പേരാണ് ഇസാക്ക്. ഇസാക്ക് സത്യം പറയാൻ തുടങ്ങി. ഇസാക്കിന്റെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടോ? ആരേലും വന്നിട്ടില്ല. അവരെയും തിരിച്ചറിയുന്നില്ല. ഉണ്ടോ? ഇസാക്കിന്റെ കാര്യം തിരിച്ചറിയുന്നില്ല. അവൻ സത്യം പറയാൻ തുടങ്ങി. അവനാണ് കൂടുതൽ ബുദ്ധിയുള്ളതും അപ്പനും അമ്മയും കാര്യങ്ങൾ അറിയാവുന്നു. അവൻ സമ്മതിച്ചു. ശരിക്കുള്ള കാര്യമാണ്. നമ്മൾ പഴഞ്ചൻ ആൾക്കാരാണ്. നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. എന്നിട്ട് നമ്മൾ പുതിയ ലോകത്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പിള്ളേരെ പഴഞ്ചനാക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കൊച്ചെന്നാ പറയുന്നത്, ഈ വെക്കുന്നതെല്ലാം ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ട് നമുക്കൊക്കെ എന്ത് പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്? ഒരു അപ്പോസ്ട്രോഫും ഒരു സ്പേസും കൂടെ ആഡ് ചെയ്താൽ അതെന്തായി തീർന്നു? ഒക്കെ പറഞ്ഞടാ. I am possible. Impossible you have to transform it into I am possible. നമ്മൾ പോസിബിൾ ആണെന്ന്, എനിക്കത് സാധ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പറയുമോ? നീ സുന്ദരിയാണെന്ന് ആരാ പറയേണ്ടത്? നീ തന്നെ പറയണം അല്ലേ? വേണ്ടേ? അതിന് നാണക്കേട് വിചാരിക്കണോ? അത് ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ് എന്ന് ഞാൻ പറയാതിരിക്കുമ്പോൾ വേറൊരാൾ പറയണം, കൊച്ചിൻ്റെ നേരം കണ്ടോ, അതിൻ്റെ മൂക്ക് കണ്ടോ, അതിൻ്റെ നാക്ക് കണ്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും കൊച്ചൻ്റെ അയ്യം വീട്ടിൽ വരുന്നേ എന്നെ ഇങ്ങനെയെല്ലാം കണ്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ കാത്താന്ന് പറഞ്ഞു അല്ലേ? അന്നേരത്തേനും അമ്മ മോള് കരയാതെ മോളെ മോൾ അമ്മ
അമ്മയ്ക്ക് സുന്ദരിയല്ലേ, അമ്മയ്ക്കാണ് അവൾക്ക് സുന്ദരിയാകാൻ ആഗ്രഹം. അമ്മയുടെ വിചാരം അമ്മയ്ക്ക് അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ അവള് സിനിമാ നടിയുടെ ഫീലിംഗ് അവൾക്ക് അന്നേരം ഉണ്ടാകുന്ന ഇല്ലെന്ന്. ഈ അമ്മ ചെറുപ്പം പോലെ നുണ പറഞ്ഞതേ കൊച്ചിനോട് സുന്ദരിയാണ്. ശരിക്കും വലിയ സുന്ദരിയൊന്നും അല്ലായിരുന്നു. ഈ കൊച്ചത് വിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങി സുന്ദരിയാന്ന് പറഞ്ഞു. പക്ഷെ അവളെ സുന്ദരിയാക്കി എടുത്തിട്ട് അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞ് ചെറുപ്പം മുതലേ പറഞ്ഞിരുന്നല്ലോ. നിന്റെ മൂക്കൊള്ളി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ നീ മൈൻഡ് ചെയ്യോ? എന്നെ പറഞ്ഞേ. ഇവാലുവേഷനിൽ തന്നെ വളരെ പൂർവ്വമായിരിക്കും. പറഞ്ഞ ആളുടെ ഇവാലുവേഷൻ സെൻസ് പോയിരിക്കുന്നു അല്ലേ? ഇപ്പൊ ഈ മുസ്ലിനെ തന്നെ നോക്കിയേ, അവൻ സുന്ദരനല്ലെന്ന് പറഞ്ഞാൽ അവൻ സംഭവിക്കുമോ? ഇല്ല. അവൻ ചെറുപ്പം മുതലേ പറഞ്ഞേക്കും അവനാണ് ഈരാറ്റുപേട്ടയിലെ ഏറ്റവും സുന്ദരൻ. അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ വിഷമമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയുണ്ട്? നമ്മൾ ഏറ്റവും സുന്ദരനും സുന്ദരിയുമായിട്ടിരിക്കണം. കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, കൈയെടുത്തല. ഈ ചൂടത്താണോടാ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഇനി നമ്മൾക്ക് ഒരാൾക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ ഈ സമത്സാരം പോലെ ബാബു എനിക്ക് ആ ഗ്ലാസ് ഇച്ചിരി വെള്ളം എൻ്റെ ഗ്ലാസ് കാലിയാണെങ്കിൽ സമത്സാർക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലാസ് ഇങ്ങനെ നിറച്ച് വെച്ചുകൊണ്ടിരിക്കണം. എന്നാലല്ലേ ആർക്കെങ്കിലും ഇച്ചിരി കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? നമ്മളെന്നെ ഇങ്ങനെ ടീച്ചർ തന്നിരിക്കുന്ന നോട്ടുകളെല്ലാം പഠിക്കും, ഹോംവർക്ക് ചെയ്യും, വീട്ടിൽ ചെല്ലും, അൽഫാം കഴിക്കും, മന്തി കഴിക്കും, കുഴിമന്തി കഴിക്കും, പിന്നെ എല്ലാ മന്തിയും അങ്ങനെ എല്ലാം കഴിക്കും അല്ലേ? ചോറൊക്കെ മോറാണ് കിട്ടുമോ അല്ലേ? പിള്ളേർ കഴിച്ചോട്ടെ. നിങ്ങൾ ബർഗറോ മന്തിയോ എല്ലാം മേടിച്ചു കൊടുത്തു. എൻ്റെ ടേസ്റ്റ് നോക്കണ്ട, നിങ്ങളുടെ ടേസ്റ്റ് നോക്കണ്ട. പിള്ളേർക്ക് ടേസ്റ്റ് അനുസരിച്ച് ഭക്ഷണമെല്ലാം കൊടുത്തോളൂ. ഒന്നും ഒരു കുഴപ്പമില്ല. ഒരു കുറവും അനുഭവിക്കാത്തതുകൊണ്ടാണ് നിനക്കൊക്കെ ഇരുന്നിട്ട്. നിന്റെ കാലത്ത് നിന്റെ പ്രായത്തിൽ എനിക്ക് അതില്ലായിരുന്നതിൽ കുറ്റപ്പെടുത്തി എന്നെ ശരിക്കും കാര്യം. അപ്പനും അമ്മയ്ക്ക് അസൂയാന്നേ. അവൻ വന്നിട്ട് പറയാം എനിക്ക് നൈക്കിൻ്റെ ഒരു ഷൂ വേണമെന്ന് അല്ലേ? അന്നേരം അമ്മ എന്നാ പറയുന്നേ? അല്ല അപ്പനെന്നാ പറയുന്നേ? നിന്റെ പ്രായത്തിൽ എനിക്ക് വള്ളിച്ചേരി പോലും ഇല്ലായിരുന്നു. എന്നെ ശരിക്കും പുള്ളിക്ക് ഇപ്പൊ പുറകോട്ടൊന്ന് പോകണം. ഈ കല്യാണം അടക്കം ക്യാൻസൽ ചെയ്യണം. എന്നിട്ടോ തന്നെ ജീവിക്കണം. എന്നിട്ട് ഈ 15 വയസ്സിലേക്ക് തിരിച്ചു വരണം. നൈറ്റൊക്കെ ഇട്ട് നടക്കാൻ പുള്ളിക്ക് കൊതിയാണ്. 15 വയസ്സ് ഇനി കിട്ടുമോ? ഇല്ല. അപ്പൊ പറയാണ് നിന്റെ പ്രായത്തിൽ എനിക്കിതൊന്നും ഇല്ലായിരുന്നു. ശരിക്കും കുശുമ്പ സമ്മതിക്കോ? ഇല്ല. അപ്പൊ ആ കുറ്റപ്പെടുത്തലുകളെ എടുത്തു മാറ്റിയിട്ട് അവർക്കെല്ലാം പോസിബിളാണ് എന്നുള്ള ഒരു ഓപ്പണിംഗ് ഹൊറൈസൺ ഇഫ് യു പ്രൊവൈഡ്, they will start becoming real persons. ഈ അഭിനയം ഒന്ന് നിർത്താവോ? ചിലപ്പോൾ അഭിനയം നിർത്തിയാൽ നിങ്ങൾക്ക് കുറെ വഴക്ക് കേൾക്കേണ്ടി വരും. നീ എങ്ങനെയാണ് നടക്കുന്നത്? നീ നടക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ് പെൺകുട്ടികൾ നടക്കേണ്ടത്? അങ്ങനെയെല്ലാം വരും. എന്നിട്ട് പറഞ്ഞു ഞാൻ വളരെ കംഫർട്ടബിളാണ് ഇങ്ങനെ നടക്കാൻ. പക്ഷെ നമ്മൾ പണി ചെയ്യണം. അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുക. ഇതെല്ലാം ബിസിനസ്സാണ് അല്ലേ? സ്കൂളിൽ ഞാൻ ഫീസ് അടയ്ക്കുന്നുണ്ട്, പുസ്തകം മേടിച്ച് തരുന്നുണ്ട്, ഉടുപ്പ് മേടിച്ച് തരുന്നുണ്ട്, ഷൂ മേടിച്ച് തരുന്നുണ്ട്, തലമുടി വെട്ടിക്കാൻ കാശ് തരുന്നുണ്ട് ഇല്ലേ? അന്നേരം അതെല്ലാം ശരിക്കും നീ എന്ന് പറയുന്ന കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അവർക്ക് പിന്നീട് എന്ത് വേണം? വരുമാനം ഉണ്ടാകുന്നതിനകത്ത് ഇല്ലേ? അപ്പൊ അവർ ആ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് നമ്മൾ കവർ ചെയ്യണം. ഏത് പള്ളിക്കൂടത്തിലൊക്കെ വന്നിട്ട് നല്ല സെറ്റപ്പായിട്ട് നമ്മൾ പഠിക്കാതിരുന്ന് വെച്ച് കോച്ച അടിച്ചാൽ അവരെന്നാ പറയും? നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, നിനക്ക് ഇംഗ്ലീഷിന് 4 അല്ലേ? അങ്ങനെ പറയല്ലേ? അപ്പൊ അത് പറയിപ്പിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? സത്യസന്ധമായി ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുക. സത്യസന്ധമായിട്ട് നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുക. ദെൻ ഈ ഏത് കാര്യവും ഇറ്റ് ബിക്കംസ് പോസിബിൾ. ഇനി നമുക്ക് ഒരു വാക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ വാക്ക് നമ്മൾ അൺഫോർഗെറ്റബിൾ. അതെന്താ അതിന്റെ അർത്ഥം? എന്നാണ് അർത്ഥം? എന്താ ചിന്തിക്കാൻ തുടങ്ങി? നല്ല കാര്യം. എന്നെ അൺഫോർഗെറ്റബിൾ എന്ന് പറഞ്ഞാൽ ഓർക്ക പറയടാ. ഞാൻ ഈ ഹൈറേഞ്ച് ജനിച്ചു പറഞ്ഞാണെങ്കിൽ പറഞ്ഞ കേൾക്കത്തില്ല. മറക്കാൻ പറ്റാത്ത ആളായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അണക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വരുമ്പോൾ താമസിക്കുന്നത്. ഇവിടെ അടുത്ത് വീടുണ്ടെങ്കിൽ അവിടെ ഒരു സെൻട്രൽ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ചായക്കടയുണ്ട്, പുല്ലുമേ.
പുല്ലുമേട് ടൗണിൻ്റെ നടുക്ക്. അവിടെ നല്ല കറിയും പൊറോട്ടയും ഒക്കെ കിട്ടും. അപ്പം ഞാൻ അവിടെ ചെന്ന് ശ്രദ്ധിച്ചിരിക്കണം, കഥയാണ്. അവിടെ ചെന്ന് 2 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങി. തിരിഞ്ഞോ? ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും 1.5 പൊറോട്ട ആയപ്പോഴേക്കും ആ ബീഫ് കറിയും ചാറും തീർന്നു. കാരണം എനിക്ക് ഭക്ഷണത്തെയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ എല്ലാ എക്സാമ്പിളും ഭക്ഷണത്തോട് കൂടിയാണ്. ഞാൻ ജീവിക്കുന്നത് പോലും തിന്നാനാണ്. മനസ്സിലായോ? അപ്പം അവിടെ ഈ സപ്ലയറില്ലേ, അവൻ കണ്ടു എനിക്ക് 1/2 പൊറോട്ടയും കൂടെ കഴിക്കാനുണ്ട്, ഇറച്ചിക്കറി തീർന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ചായക്കട ചെല്ലുമ്പോൾ 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അവർ എന്താണ് നമുക്ക് തരാൻ സാധ്യതയുള്ള ചാറ്? നോർമലി ഇറച്ചിക്കറി തീർന്നു. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചാറാണ് അവർ തരിക? ഗ്രേവി, അതാണല്ലോ ചാറ്. എന്ത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് മാറുമോ? എന്ത് ചാറാണ് അവർ തരിക? ആർക്കും ഒരു താല്പര്യമില്ലാത്ത വളരെ ഊളയായ ഉള്ളിച്ചാറ് തരും, ഇല്ലേ? ശരിയാണോ? ഇറച്ചിയുടെ ചാറ് തരുമോ? ഇല്ല. കാരണം ഇറച്ചിയുടെ ചാറ് നമ്മൾ വില കൊടുത്ത് ഇറച്ചിയോട് കൂടി കിട്ടുന്ന. അപ്പോൾ ഒരുത്തർക്കും താല്പര്യമില്ലാത്ത, ഒരു ടേസ്റ്റ് പോലും ഇന്നേ വരെയും ആരും കണ്ടെത്താത്ത ഉള്ളിച്ചാറ് നമുക്കൊണ്ട് ഒഴിച്ചു തരും. അവനെ നമ്മൾ ഓർത്തിരിക്കുവോ? പക്ഷേ 2014 ഓഗസ്റ്റ് മാസം 16-ാം തീയതി സെൻട്രൽ ഹോട്ടലിൽ ഞാൻ 1.5 പൊറോട്ടയിലെത്തിയപ്പോൾ അവൻ എനിക്ക് തന്ന ചാറ് എന്തായിരുന്നു? ഇറച്ചിച്ചാറ്. അതുകൊണ്ടല്ലേ ഞാൻ അവനെ കുറിച്ച് ഇപ്പോഴും പറയുന്നത് 12 വർഷമാവുമല്ലേ? Because he became unforgettable. How many of you ever try to become an unforgettable person? Are you capable of doing things, behaving in the appropriate ways, and also becoming magnanimously open and human towards each person that you come across in everyday life? How many of you are able to look at the other with respect? How many of you are able to make others say that I still remember him? I still remain with that person with the sense and sensibility of unforgettable even. എത്ര പേരുടെ ജീവിതത്തിലാണ് നമ്മൾ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളത്? ചത്തുകഴിഞ്ഞും വന്നിച്ച് പറയൂ, ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ്. ഏത് ഉള്ളയെ കുറിച്ച് പറയുന്നത് ശരിയല്ലേ? പക്ഷെ ഓർത്തിരിക്കേണ്ടത്, സത്യസന്ധമായിട്ടും എത്ര പേർക്ക് നമ്മൾ അൺഫോർഗറ്റബിൾ ആയി എന്നുള്ളതാണ് നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ ശരിക്കുള്ള മീനിങ്. നമ്മളിനി ജീവിച്ചു മരിച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ അവർക്ക് പറയുന്ന സ്വർഗത്തിലൊക്കെ പോവില്ലേ, പുനർജനിക്കും എന്നൊക്കെയാണല്ലോ നമ്മളുടെ മതങ്ങളൊക്കെ പറഞ്ഞു. ആരും തിരിച്ചു വന്നിച്ചൊന്നും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഇതെല്ലാം ഫോളോ ചെയ്യുന്നു, അല്ലേ? വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ എങ്ങാനും അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിലെങ്ങാനും കയറും, സ്വർഗം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിതെല്ലാം ഫോളോ ചെയ്യുക, അല്ലേ? പക്ഷേ ഈ ലോകത്ത് നമ്മൾ നാളെ ചത്താൽ സാധ്യതയുണ്ടോ? മരിക്കുമോ? മരിക്കാൻ സാധ്യതയുണ്ടോ? മരണത്തെക്കുറിച്ചൊക്കെ മക്കൾ ചിന്തിക്കാറുണ്ടോ? മരിച്ചിടക്കിനും നിങ്ങൾ പൊതുവിൽ പോകാറില്ലല്ലോ. പിള്ളേർ ആൽക്കോളൊക്കെ വലിയ ഇഷ്ടമില്ലാത്തതായിട്ടാണ് കേട്ടേക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ മരിക്കുമ്പോൾ എത്ര പേരുടെ ജീവിതത്തിലാണ് നമ്മൾ അൺഫോർഗറ്റബിൾ ആയി? അതിന് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ സയന്റിസ്റ്റ് ആകേണ്ടതില്ല. You don't need to become the prime minister for that. You don't need to become the most famous writer in the world. You don't need to become a great actor. You can simply be a housewife. You can simply be a student. You can simply be a peasant. Are you becoming unforgettable to some people at least? എത്ര വ്യക്തികൾക്ക് മുമ്പിൽ നമ്മൾ അൺഫോർഗറ്റബിൾ ആണ്? ആ സപ്ലയറിലെ സെൻട്രൽ ഹോട്ടലിൽ ഈ 2014 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഇറച്ചിച്ചാറ് ഒഴിച്ച് തന്നവൻ നമുക്ക് തരുന്ന ഗ്രേവി അല്ലെങ്കിൽ അതെന്തായി വ്യത്യാസം വരിക? ആ മനുഷ്യനെ ശരിക്കുള്ള കാര്യം കേട്ടോ, ഒരു കഥയൊന്നുമല്ല. ദിസ് ഇസ് നീഡഡ്, റിയലി ഹാപ്പൻ. അപ്പം അയാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അൺഫോർഗറ്റബിൾ. അവൻ്റെ മുഷിഞ്ഞ ഉടുപ്പാണ്, അയാളുടെ ദേഹം മുഴുവൻ ചാറാണ്. അയാൾ ഹി സ്റ്റിൽ റിമെയിൻ
in my thoughts. It's because he became unforgettable. അവൻ എനിക്ക് എന്തെങ്കിലും 500 രൂപ ഇട്ട് തന്നായിരുന്നു എനിക്ക് ഇല്ല, വെറുതെ മുടക്കില്ലാത്തൊരു ഉപകാരം ഇച്ചിരി ചാറ് കൊടുത്തതാണ്. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെയാണ് അൺഫോർഗറ്റബിൾ ആക്കാൻ പറ്റുന്നത്? വലിയ കാര്യങ്ങളൊന്നും വേണ്ടേ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങളിൽ അൺഫോർഗറ്റബിൾ ആകാൻ തുടങ്ങുന്ന ആളുകൾ വലിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും, ഇല്ലേ? മരിച്ചു കഴിയുമ്പോൾ പറയും ആ മനുഷ്യൻ, ഈ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ മരിച്ചു, അന്നേരം തന്നെ ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറി. ബൈബിളിലൊക്കെ പറയുന്നതെന്നറിയോ? അന്നേരം ശതാധിപൻ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻ ശരിക്കും നീതിമാനായിരുന്നു. എന്തെങ്കിലും കാര്യമുണ്ടോ? പുള്ളി അതില്ലേ, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് നീതിമാനായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ വേണ്ടത് നിങ്ങൾ കടന്നു പോകുമ്പോൾ എന്താ, കുറച്ച് പേര് ആരെങ്കിലും ഒക്കെ ജീവിതത്തിൽ നമ്മൾ അൺഫോർഗറ്റബിൾ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത് പൊതുവിൽ 3 മണിക്ക്. 3 മണി തൊട്ട് 7:30 വരെ ഞാൻ ഇരുന്നെഴുതും. കാരണം എൻ്റെ പിള്ളേരൊന്നും ഏറ്റു വരികയില്ല, ഭാര്യ ഏറ്റു വരികയില്ല. അത് സ്വസ്ഥമായിട്ട് ഇരുന്നെഴുതാം എന്ന് കരുതി ആ എഴുതുന്ന കൂടെ ഞാൻ പുസ്തകം ആക്കാറില്ല. ജിമ്മിൽ പോകുന്ന പോലെ എഴുതുന്നത്, എല്ലാ ദിവസവും എഴുതുന്നത്. നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ച് എല്ലാ ദിവസവും വായിക്കണം. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന പേരൻസിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒത്തിരി സാധനങ്ങൾ എല്ലാവർക്കും പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നില്ലേ? ഒരു 300 രൂപ മുടക്കി മാതൃഭൂമിന്ന് അവർ വന്നിരുന്നുണ്ട്, ഒരു പുസ്തകം മേടിച്ച് പിള്ളേർക്ക് കൊടുക്കും. എന്നിട്ട് അവർ വായിക്കുന്നില്ല. അവർ വായിക്കാനൊന്നും ഒരു താല്പര്യം, നിങ്ങൾക്ക് വായിക്കാറിയതില്ലേ? അവിടെ പിടിച്ചിരുത്തിച്ച് ഒരധ്യായം വായിക്കാൻ 9 മിനിറ്റ് എടുക്കും. ആ 9 മിനിറ്റ് എടുത്ത് അതൊന്ന് വായിച്ചു കൊടുക്കും, ഒരധ്യായം വെച്ച്. പിള്ളേർ വായിച്ചു തുടങ്ങിയാൽ വായിച്ച് തീർക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. സ്വപ്നം കാണാൻ തുടങ്ങുന്ന കുട്ടികളെല്ലാം അത് വായിച്ചാൽ നിർത്തിയത്. അതിനകത്ത് വലിയ കട്ടിയായ പദങ്ങളൊന്നുമില്ല, സാമാന്യ മനുഷ്യന് മനസ്സിലാകുന്ന സദാപദങ്ങളും. അത് വായിക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നാളെ വിശുദ്ധരാകാനൊന്നുമല്ല. യു വിൽ ബിക്കം ഗ്രേറ്റ്ഫുൾ അബൌട്ട് വാട്ട് യു ഹാവ് ടുഡേ. എൻ്റെ ദൈവമേ, എനിക്കിന്ന് കഴിക്കാനുണ്ട്, കിടക്കാനുണ്ട്, എനിക്ക് പഠിക്കാനുള്ള സാധ്യതകളുണ്ട്, എല്ലാം വരുമ്പോൾ താങ്ക് യു എന്ന് പറയാൻ പറ്റും. അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഏത് മതത്തിലുള്ളതാണെങ്കിലും ആ പ്രാർത്ഥന നാളെ തൊട്ടൊന്ന് ചെല്ലിനോക്കും. സെറ്റപ്പ് സാധനം പഠിപ്പിക്കട്ടെ ആ പ്രാർത്ഥന. ഓ, സ്കൂളിൽ വരുമ്പോഴും ഈ പരിപാടിയുള്ളൂ തന്നെ. ഞാൻ ഈ 3 മണിക്ക് ഏറ്റു വരുമ്പം എൻ്റെ കട്ടിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കർത്താവിൻ്റെ പടം ഇരിപ്പുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇരിക്കട്ടെ എന്നോർത്ത് വെച്ചേക്കുന്ന ഞാൻ ഏറ്റു വരുന്നതേ പറയുന്നതെന്നറിയോ? താങ്ക് യു, ചത്തിട്ടില്ല. താങ്ക് യു, ചത്തിട്ടില്ല. ചെറിയ കാര്യങ്ങളിൽ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദി സ്മോളസ്റ്റ് tiniest things in your life, I am absolutely certain that you will have very many opportunities to say thank you. ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ദൈവത്തോട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് സൗകര്യമുള്ളവർ പറഞ്ഞാൽ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെയും പിന്നെയും നന്ദി പറയാനുള്ള അവസരം ദൈവം നമുക്ക് തരും. കാരണം ഈ ദൈവം ഭയങ്കര സ്വാർത്ഥനാണ്. കാരണം ഈ അള്ളാഹിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായത്. ഫാത്തിമ വന്നിച്ച് പറയോ, ഓ താങ്ക് യു അള്ള, അത് നടന്നല്ലോ. പുള്ളി ഭയങ്കര സെൽഫിഷാണ്. അപ്പം പുള്ളി നമ്മളെ അനുഗ്രഹിക്കും. ഇനി എന്തിനാ പിന്നെ താങ്ക് യു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സുഖത്തിന് വേണ്ടി അള്ള നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തരും. സോ ടേക്ക് ദി ഓപ്പർച്യൂണിറ്റി ടു സേ താങ്ക് യു ടു എവറി ടൈനി തിങ്സ് ദാറ്റ് യു അച്ചീവ്. ഞാൻ രാവിലെ എത്തിച്ച് പറയുന്നത്, ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. ഇന്ന് അവസാനത്തെ ദിവസമാകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ. ശരിക്കും ഇന്നൊരു ദിവസം മാത്രമേ എനിക്കൊരു ഇച്ചിരി സമയം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ശരിക്കൊന്ന് വിശ്രമിച്ച് കുറച്ചേറെ നേരം കിടന്നുറങ്ങി. ഇങ്ങനെ ഓടി നടക്കുമല്ലോ ഇവിടെ വന്നു. അന്നേരം ഞാൻ ഓർത്തു, 19-ാം തീയതി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാർക്ക് ക്ലാസ് എടുക്കാൻ പോകാൻ ഞാൻ ഉണർന്നില്ലെങ്കിലോ, അപ്പോൾ എന്നാൽ 18-ന് ആ പിള്ളേരെ എടുത്ത് പോയി എന്തെങ്കിലും സംസാരിച്ചാൽ അന്ന് മരിച്ചാലും എനിക്ക് ഒരു സന്തോഷമുണ്ടാകും. കാരണം എന്നതാണെങ്കിലും നമ്മളുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ കൈകെട്ടിയിരിക്കരുത് ഒരാളുടെ മുമ്പിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എനിക്ക് കുഴപ്പമില്ല അങ്ങനെ നീ എന്നെ വിളിച്ചാൽ. അവൻ്റെ പേരെന്താ? റയാൻ. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുക, ഒരു ക്ലാസ്സിലിരിക്കുക, കൈകെട്ടിരുന്ന അർത്ഥം എന്താണെന്നറിയോ? നീ പോടാ, അതതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പം എന്നെ നീ വിളിച്ചെന്നോർത്ത് കുഴപ്പമുണ്ടോ? എന്നെ വിളിച്ചാലും നല്ല തൊലിക്കെട്ടിയാണ്, ഒരു പ്രശ്നം ഒരു തരത്തിൽ എന്നെ ബാധിക്കുക. പക്ഷെ നീ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ 5 വർഷം കഴിയുമ്പോഴേ ജോലിക്ക് നീ കൈകിട്ടിയിരുന്ന് കേൾക്കും. പുള്ളി എന്നെ പറയുന്നത്, എന്നെ ഇങ്ങനെ വിളിച്ചവരെ ഞാൻ എടുക്കുമോ? ഇല്ല. അത് നിനക്ക് വേണ്ടി പറഞ്ഞു തന്നാൽ കൈ കെട്ടിയിരുന്ന് ഒന്നും അറ്റൻഡ് ചെയ്യരുത്. അത് നമുക്ക് ഡിസിൻട്രസ്റ്റഡ് ആണെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. എനിക്ക് പ്രശ്നമുണ്ടോ?
ഇല്ല, പക്ഷെ നിനക്ക് പ്രശ്നം ഉണ്ടാവും. ഇല്ല, അതുകൊണ്ട് മാറ്റിക്കൊള്ളു കൊടുക്കുന്നത്. ഇന്ന് നമ്മളുടെ അവസാനത്തെ ദിവസമാണെന്ന് ഓർത്ത് ഓരോ കാര്യങ്ങളും ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഫാറ്റലിസ്റ്റ് ആകുക. എന്നാ ചെയ്യാനാ, എപ്പോൾ വേണേലും ചാത്തി പോയേനെ, പിന്നെ ചെയ്തില്ല. അതല്ല, ഇഫ് ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ, ഹൗ വിൽ യു ബിഹേവ്? 12 വർഷമായിട്ട് മിണ്ടാതിരിക്കുന്ന അയലക്കത്തെ ഫാത്തിമയായിട്ട് ഇന്ന് മിണ്ടാൻ തോന്നിയല്ലേ, ഇന്നലെ ചത്താലോ നോക്കാൻ ഇല്ലേ? ഇല്ലെങ്കിൽ എന്നാ ചെയ്യുന്നത്? നാളെ ഫാത്തിമ വിളിക്കുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും, മിസ് യു ഇല്ലേ? ഒരു കാര്യമില്ല, തീർന്നില്ലേ? ഓർത്തിരിക്കേണ്ടത് ഇതോടുകൂടി നിർത്തിയേക്കാം. ബോറടിച്ചില്ലേ? ബോറടിച്ചു എന്നുള്ളത് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി അഭിനയിക്കരുത്. മടുത്തു അല്ലേ, വിശക്കുന്നില്ലേ? ഇല്ല, അഭിനയം നിർത്തിയിട്ടില്ല നീ. നാളെ പള്ളിപ്പറമ്പിലെ ഖബറിലെ പുഴുക്കളുടെ പലഹാരമാണ് ഇത്. നമ്മളെല്ലാം ഇല്ലേ? ഖബറിലെ പുഴുക്കളുടെ പലഹാരമായ നമുക്ക് കുറച്ചും കൂടി നന്മ ചെയ്ത് അൺഫോർഗറ്റബിളായി എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള ലെവലിൽ ആയിക്കൂടെ? നാളത്തെ ഖബറിലെ പുഴുക്കളുടെ പലഹാരമാണ് ഏത്? ബ്ലാക്ക് ഫോറസ്റ്റ് ഓർ പുഴുസ്. തിരിഞ്ഞോ? അവർ നല്ല ആർത്തിയോടെ സെലിബ്രേറ്റ് ചെയ്ത് കഴിക്കാനുള്ള സാധനമായിരിക്കും അല്ലേ? എൻ്റെ അല്ലാത്ത സാറിൻ്റെ സാറിൻ്റെ എന്നല്ലേ നീ പറഞ്ഞേ? ഞാനല്ലാത്ത നീയോ? അതെ, നമ്മളെല്ലാവരും പുഴുക്കളുടെ പലഹാരമാണ്. അപ്പം പിന്നെ നമുക്ക് ഐ ആം പോസിബിൾ എന്ന് പറയാം. ഇല്ലേക്കൊന്നും ഈ ലോകത്തില്ല കേട്ടോ. വെറുതെ പറഞ്ഞ ഭാഗ്യം കൊണ്ട് അവൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, അവന് ഭാഗ്യം ഉണ്ടായിരുന്നുണ്ടോ? ഇല്ല. ലക്ക് ഈസ് മീറ്റിംഗ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം. There is nothing called luck. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ പണം തേടി ഒന്നും ചെയ്യണ്ട. ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ചത്തുപോയാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റിയിൽ ഇൻവെസ്റ്റിംഗ് എവറിത്തിങ് ദാറ്റ് യു ഹാവ് ഇൻ യു, ഡു ഇറ്റ് ആൻഡ് മണി വിൽ ഫോളോ യു. Make the things with the utmost care and sincerity, the money will come. നാളത്തെ പുഴുക്കളുടെ പലഹാരമായ നമുക്ക് ഇന്ന് സുന്ദരമായി എനിക്കെല്ലാം സാധ്യമാണ് അഭിനയം നിർത്തി നമ്മളായി ഏറ്റവും സുന്ദരമായി എന്ന് കരുതി പ്രാർത്ഥിക്കരുതെന്നോ നിസ്കരിക്കരുതെന്നോ അമ്പലത്തിൽ പോകുന്നല്ലോ പറഞ്ഞല്ലേ? അതെല്ലാം നല്ലതാണ്. ഞാൻ എപ്പോഴും എൻ്റെ സൃഷ്ടാവുമായി കണക്റ്റഡായി. എൻ്റെ ഇൻസ്റ്റയുടെ അടിയിലൊക്കെ വന്ന് യുക്തിവാദികൾ എഴുതാറുണ്ട്, ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ എന്തിന് ദൈവത്തെക്കുറിച്ച് കണക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നു. സ്ഥാപിക്കാൻ സാധിക്കുമോ? ഇല്ലെന്നേ. ഞാൻ നിങ്ങൾക്ക് ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. എൻ്റെ പുസ്തകത്തിൽ എൻ്റെ ദൈവമുണ്ട്, എനിക്ക് ദൈവമുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം ഉണ്ടായിക്കോളൂ. പക്ഷെ ഉണ്ടെങ്കിൽ ഒരു ഗുണമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പുള്ളി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാമല്ലോ. നമുക്ക് ആൾക്കാർ പറഞ്ഞു, മുമ്പുള്ളവരൊക്കെ പറഞ്ഞുള്ളത്. ഇതിനകത്ത് ഒരു ഗുണമുണ്ട്. എൻ്റെ അമ്മ നന്ദികുന്നേൽ മേരി പറഞ്ഞതുപോലെ ഞാൻ 17 വയസ്സിലേക്ക് റിവോൾട്ടഡായി ചോദിക്കുകയാണ്, ഈ ദൈവം എന്നൊക്കെ പറയുന്നതുണ്ടോ അമ്മയി പറയുന്ന പോലെ? കാരണം കുറേ പേര് കൃഷ്ണാന്ന് വിളിക്കുന്നു, കുറേ പേര് അള്ളാന്ന് വിളിക്കുന്നു, കുറേ പേര് എൻ്റെ പുസ്തകത്തിലുള്ള സുബൈദ പറയുന്ന അള്ളാഹ് അറിയാമല്ലോ എന്നാണ്. എൻ്റെ കൂടുതൽ 5ൽ പഠിച്ചതാണ്. അപ്പോൾ ഈ കുറച്ച് പേര് ക്രിസ്തു എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതെന്താ? അപ്പോൾ മേരി പറഞ്ഞത് എൻ്റെ സ്വന്തം നാട്ടിൽ, അവരുടെ സ്വന്തം വില്ലേജിൽ, അവരുടെ വീട്ടുപേര് പേഴത്തിലാൽ. അവിടെയുള്ള ആളുകൾ എന്നെ പേഴത്തിലാൽ മേരി എന്ന് വിളിക്കും. കമ്പിളികണ്ടത്തിലെ ആൾക്കാരെന്നെ നന്ദികുന്നേൽ മേരി എന്ന് വിളിക്കും. നീ എന്നെ അമ്മയെന്ന് വിളിക്കും. ബിന്ദു എന്നെ മമ്മി എന്ന് വിളിക്കും. ജെസ്സി എന്നെ പൊന്നമ്മച്ചി എന്ന് വിളിക്കും, അല്ലെ ചേച്ചി എന്ന് വിളിക്കും. എങ്ങനെയെല്ലാം വിളിച്ചാലും ഞാൻ ഈ മേരി തന്നെയല്ലേ. അങ്ങനെ തന്നെയാണ് ഈശ്വരൻ. അപ്പം മറ്റൊരാൾ നമ്മൾ നിസ്കരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അടുത്ത അമ്പലത്തിൽ നിന്ന് ഒരു സുപ്രഭാത കീർത്തനം കേൾക്കുമ്പോൾ നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് കുഴപ്പമുണ്ട്? മനസ്സിലായോ? ഞാൻ അൽഫോൻസ അമ്മയുടെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു കല്യാണം കൂടുമോ ഇവിടെ ഈരാറ്റുപേട്ടിൽ. അപ്പോൾ ആ മൗലവി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റ്, അയാൾ പ്രാർത്ഥനകൾ അറബിക്കിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് എന്താണിത് എന്നൊരിത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ആത്മീയത മറ്റൊരാളുടെ വിശ്വാസത്തിനെയോ അല്ലെങ്കിൽ കാണുമ്പോഴോ അവരുടെ ആരാധനകൾ കാണുമ്പോഴോ നമ്മൾ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ വളർച്ചയും നമ്മളുടെ മാനവികതയും, അന്നേരം നമുക്ക് മതം മാത്രമേ ഉള്ളൂ, ഈശ്വരനുമായിട്ട് കണക്റ്റ് ഇല്ല. അതുകൊണ്ട് മലമുകളിലെ ഓലിയിൽ നിന്ന് ഓസിട്ടിട്ട് താഴെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്ന പോലെ
ക്രിയേറ്ററുമായിട്ട് ഒന്ന് കണക്ട് ആയാൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ ഓസ് വെറുതെ ഗ്യാസ് എയർ മാത്രമേ ഉണ്ടാവും, വെള്ളം കിട്ടുമോ? ഇല്ല. സോ ഐ keep myself connected with my Creator, because with Him everything becomes possible for me. Thank you very much. Thank you for inviting me.